നമസ്കാരം. ലൈറ്റ്സ് ക്യാമറ ആക്ഷൻ എന്ന നമ്മുടെ ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഞാൻ നിങ്ങളുടെ ശാന്തിയുള്ള ദിനേശ്. ഒന്നാം ഭാഗം കണ്ടല്ലോ. സംഗീത ലക്ഷ്മൺ എന്തൊക്കെയാണ് കേരള രാഷ്ട്രീയത്തിൽ അല്ലെങ്കിൽ കേരളത്തിൽ അവർ ജോലി ചെയ്യുന്ന ഹൈക്കോടതിയിലെ ജഡ്ജിയെക്കുറിച്ച് വരെ അവർക്ക് തോന്നിയ ശരികളും അവർക്ക് തോന്നിയ തെറ്റുകളും തുറന്നു പറയാൻ സന്മനസ് കാണിക്കുന്ന, ധീരത കാണിക്കുന്ന അഡ്വക്കേറ്റാണ് സംഗീത ലക്ഷ്മണൻ. നിങ്ങൾക്ക് ഒന്നാം ഭാഗം കണ്ടപ്പോൾ മനസ്സിലായി കാണും. രണ്ടാം ഭാഗം ചെയ്യുന്നത് സംഗീത ലക്ഷ്മണൻ എന്തുകൊണ്ടാണെന്നറിയില്ല. RLV രാമകൃഷ്ണനെ ഒരു സത്യഭാമ എന്ന് പറഞ്ഞൊരു സ്ത്രീ, അവർ കലാമണ്ഡലം സത്യഭാമയല്ല, അത് അവർ മരിച്ചുപോയി, പാവം. പത്മശ്രീക്ക് കിട്ടിയ യഥാർത്ഥ കലാമണ്ഡലം സത്യഭാമയല്ലല്ലോ ഇത്. ഡമ്മി എന്നോ ഡ്യൂപ്ലിക്കേറ്റ് എന്നൊക്കെ പറയാവുന്ന സത്യഭാമ എന്ന് പറഞ്ഞൊരു സ്ത്രീ ഒരിക്കലും ഒരു പുരുഷനോട് അല്ലെങ്കിൽ ഒരു സഹജീവിയോട് പറയാൻ പാടില്ലാത്ത അറയ്ക്കുന്ന ഭാഷയിൽ സംസാരിച്ചതിനെതിരെ കേരളത്തിലെ പൊതുസമൂഹം മുഴുവൻ അവർക്കെതിരെ പ്രതികരിച്ചപ്പോൾ സംഗീത ലക്ഷ്മൺ പറയുന്നത്, ഞാൻ അവരെ കൂടെ നിൽക്കും. നർത്തകിയെന്ന് ഞാൻ അംഗീകരിക്കുന്നില്ല. കാരണം ഏത് തലത്തിൽ അവർ നർത്തകിയായിട്ട് അംഗീകരിച്ചു എന്ന് ചോദിച്ചാൽ ഒരിടത്തും അംഗീകരിച്ചിട്ടില്ല. പിന്നെ ഈ പറഞ്ഞതുപോലെ വാനോളം ഉയർന്ന പത്മശ്രീ വരെ കിട്ടിയ യഥാർത്ഥ കലാമണ്ഡലം സത്യഭാമയുടെ ഒരു നിഴലായി നടക്കുന്നു എന്നല്ലാതെ അവരൊന്നും ആയില്ല. പക്ഷേ എന്തുകൊണ്ടോ സംഗീത RLV രാമകൃഷ്ണനെ എതിർക്കാനാണോ എന്ന് എനിക്കറിയില്ല, ഈ പറയുന്ന സത്യഭാമയ്ക്ക് പിന്തുണ അറിയിച്ചുകൊണ്ട് എന്താ പറയുക, RLV രാമകൃഷ്ണനെ അറിഞ്ഞം വർത്താനം പറയുന്നു. അതുപോലെ തന്നെ മല്ലിക ചേച്ചിയെക്കുറിച്ചും പൃഥ്വിരാജിനെക്കുറിച്ചും ഒക്കെ സംസാരിക്കുന്ന രണ്ടാം ഭാഗം, ഇതിൻ്റെ നമ്മൾ എന്താണ് ഉദ്ദേശിച്ച ആ ഭാഗം ഇവിടെ നമുക്ക് സംസാരിക്കാം. ഞാൻ പറയാൻ വന്ന വിഷയം നിങ്ങളുടെ ഞാൻ പറഞ്ഞിരുന്നല്ലോ. സത്യഭാമയെ പിന്തുണച്ചുകൊണ്ടും RLV രാമകൃഷ്ണനെ തെറി വിളിച്ചുകൊണ്ടും ഒക്കെയാണല്ലോ, മല്ലിക ചേച്ചി ചീത്ത പറഞ്ഞുകൊണ്ടൊക്കെയാണല്ലോ സംഗീത മോഹൻ പോസ്റ്റ് ഇട്ടത്. ആ പോസ്റ്റിനെതിരെ സംസാരിക്കാനാണ് ഞാൻ ഇത്രയും ആമുഖമായിട്ട് പറഞ്ഞത്. പ്രകടന കലകൾ അഥവാ പെർഫോമിംഗ് ആർട്സിൽ സ്വീകാര്യമായതും അവിഭാജ്യമായതുമായ സ്ഥാനം നിറത്തിനുണ്ട് എന്ന് തെളിയിക്കുന്ന ഏറ്റവും പുതിയ ഉദാഹരണമാണ് ബെന്യാമിൻ്റെ ആടുജീവിതം എന്നാണ് സംഗീത മോഹൻ പറയുന്നത്. ഒരിക്കലുമല്ല. അത് നിങ്ങൾ ഈ കാരണങ്ങൾ ഉണ്ടാക്കി പറയുന്നു എന്നേ ഞാൻ പറയുള്ളൂ. അത് സിനിമയാക്കിയപ്പോൾ നജീബ് എന്ന കറുത്തവനാവാൻ കറുത്ത നിറമുള്ള ഒരു അഭിനേതാവിനെ അല്ല, വെളുത്ത നിറമുള്ള ആവറേജ് നടനായ പൃഥ്വിരാജിനെ തിരഞ്ഞെടുത്തത് എന്തിന് എന്നാണ് അവർ ചോദിക്കുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, മല്ലിക ചേച്ചിയുടെ അഭിനയത്തിൻ്റെ 50-ാം വർഷം ആഘോഷിക്കുന്നിടത്ത് പൃഥ്വിരാജ് ഗദ്ഗകണ്ഠനായി സംസാരിക്കുന്ന വീഡിയോ പോസ്റ്റ് ചെയ്ത അതേ സംഗീത ലക്ഷ്മൺ തന്നെ ചോദിക്കുകയാണ്, കറുത്ത നിറമുള്ള ഒരു നടനെ കണ്ടെത്താതെ ആവറേജ് നടനായ പൃഥ്വിരാജിനെ എന്തിന് തിരഞ്ഞെടുത്തു എന്നാണ് ചോദിക്കുന്നത്. അത് സംഗീത മോഹന് സിനിമയുടെ ബിസിനസ് അറിയാത്തതുകൊണ്ടാണ് പറയുന്നത്. ബെന്യാമിൻ്റെ ആടുജീവിതം എന്ന് പറഞ്ഞ പോപ്പുലറായ നോവൽ സിനിമയാക്കുമ്പോൾ പൃഥ്വിരാജിനെ പോലെ ഒരാൾ അതിലെ നജീബ് ആവുകയാണെങ്കിൽ അതിന് ഞാൻ മുടക്കുന്നത് എത്ര കോടിയാണെന്ന് എനിക്കറിയണ്ടോ. അതിനിപ്പോൾ ലിവിങ്സ്റ്റണിനോട് ചോദിച്ചാലേ അറിയാൻ പറ്റൂ. അപ്പോൾ അത്രയും മുടക്കി ചെയ്യാനാണെങ്കിൽ പൃഥ്വിരാജാണെങ്കിൽ എനിക്ക് ഉറപ്പുണ്ട് അത് വിറ്റെടുക്കാൻ കഴിയുമെന്ന് തോന്നുമ്പോഴാണ് സിനിമയിൽ അത്തരം ബിസിനസ്സുകൾ നടക്കുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ 25 കോടി കൊടുക്കുന്ന മോഹൻലാലിനെ ഉപേക്ഷിച്ചിട്ട് 2.5 ലക്ഷം രൂപ കൊടുക്കുന്ന ഒരുത്തനെ വെച്ച് ചെയ്താൽ ആ മുടക്കുന്ന 2.5 ലക്ഷവും നഷ്ടപ്പെടും. അതാണ് പ്രശ്നം. അതുമാത്രമല്ല, പൃഥ്വിരാജിനെ ഒരു ആവറേജ് നടനെന്ന് എന്തടിസ്ഥാനത്തിൽ പറയുന്നു എന്ന് എനിക്കറിയില്ല. അയാൾ നല്ല നടനാണ്, നല്ല ശബ്ദമുള്ള, നല്ല ഹാൻസമായ, നല്ല പൗരുഷമുള്ള, നല്ല പെരുമാറ്റം. സംഗീതം അന്വേഷിച്ച് നോക്കൂ. വർത്തമാനകാല മലയാള സിനിമയിൽ നന്നായി ആളുകളോട് ഇടപഴകുന്ന, എനിക്കൊരു സിനിമയുടെ കഥ പറയാൻ ഞാൻ ചെന്നാൽ എനിക്കിത് ചെയ്യാൻ പറ്റില്ല കേട്ടോ ചേട്ടാ എന്ന് പച്ചയ്ക്ക് മുഖത്തോക്കി പറയാൻ ചങ്കൂറ്റം കാണിക്കുന്ന, ഇവിടെ ഒരുപാട് പേര് വർഷങ്ങളോളം നടത്തും, 5 വർഷവും 6 വർഷമൊക്കെ നടത്തും. ആ കഥ ഇങ്ങനെ ആക്ക്, ഈ കഥ അങ്ങനെ ആക്കുക എന്നൊക്കെ പറഞ്ഞ് എത്രയോ ദ്രോഹികൾ, എത്ര സിനിമാക്കാരൻ നടത്തിക്കുന്നു. പക്ഷേ കുഞ്ചാക്കോ ബോബനെ പോലെ, പൃഥ്വിരാജിനെ പോലുള്ള ചുരുക്കം പേരേ ഉള്ളൂ എന്ന് പറയുന്നു. ഒരു കഥ കേട്ട് കഴിഞ്ഞാൽ എനിക്കിത് ചെയ്യാൻ പറ്റില്ല കേട്ടോ, ഇന്ന പ്രശ്നങ്ങളുകൊണ്ട് എനിക്കിത് ചെയ്യാൻ പറ്റില്ല എന്ന് പറയുന്നതിൽ 1-ാം സ്ഥാനക്കാരനാണ് പൃഥ്വിരാജ്. അതുപോലെ സെറ്റിൽ അയാൾ കാണിക്കുന്ന ഡീസൻസി നിങ്ങളത് മനസ്സിലാക്കണം. അല്ലാതെ നിങ്ങൾ ഒരു പൃഥ്വിരാജിനെ ഒരു ആവറേജ് നടൻ എന്നൊക്കെ പറഞ്ഞ് അയാളൊരു നല്ല ഡയറക്ടറും നല്ലൊരു നടനുമല്ലേ. എന്തിനാണ് നിങ്ങൾ പൃഥ്വിരാജിനെ അനാവശ്യം പറയുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. കാരണം അയാളെപ്പറ്റി നല്ലത് പോസ്റ്റ് ചെയ്തിട്ട് തൊട്ടടുത്ത് തന്നെ ഇങ്ങനെ തെറി വിളിക്കുന്ന എന്തിനെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. കറുത്ത തൊലിയുള്ള നടന്മാർക്ക് ഇല്ലാത്തതും വെളുത്ത തൊലിയുള്ള ബിലോ ആവറേജ് നടൻ്റെ മാർക്കറ്റ് വാല്യൂ ഉപയോഗപ്പെടുത്തി പണം വാരുക എന്നതാണ് വ്യക്തമായി എന്നാണ് ഇവർ പറയുന്നത്. സംഗീത മോഹൻ പറയുന്നത് 100% ശരിയാണ്. ഞാൻ 50 കോടി രൂപ മുടക്കുന്നെങ്കിൽ എനിക്കതൊരു 60 കോടി കിട്ടാൻ ഞാൻ ആഗ്രഹിക്കും. കാരണം ഞാൻ കഷ്ടപ്പെട്ടുണ്ടാക്കാൻ പൈസയില്ലേ. കഷ്ടപ്പെട്ടല്ലെന്ന് വെച്ചോളൂ, ബ്ലാക്ക് മണിയാണെന്ന് വെച്ചോളൂ. പക്ഷേ ആരെങ്കിലും കൊണ്ട് കളയും? അംബാനി കൊണ്ട് കളയുമോ?
അംബാനി അല്ലെങ്കിൽ ഇവിടെ ഇപ്പോൾ OTT എടുക്കുന്നവർ നിങ്ങളാഴ്ച കുത്തക മുതലാളിമാരല്ലേ എടുക്കുന്നത്. അവരൊരു സിനിമയ്ക്ക് വിലയിടുമ്പോൾ ആ സിനിമ കേരളത്തിലെ മണ്ടന്മാർക്ക് കാണാൻ വീട്ടിലിരുന്ന് കാണാൻ വേണ്ടി OTT പ്ലാറ്റ്ഫോമിലേക്ക് ഇട്ടാൽ ഞാൻ 10 കോടി കൊടുത്താൽ എനിക്ക് 15 കോടി കിട്ടുമെന്നല്ലേ മുതലാളിമാർ ആലോചിക്കും. അല്ലാതെ ഇവിടെ ഗാന്ധിസം കൊണ്ട് നടക്കുന്ന ആരെങ്കിലും ഉണ്ടോ? എന്താണ് സംഗീതയ്ക്ക് അത് മനസ്സിലാവാത്തതെന്ന് പ്രാക്ടിക്കലായിട്ട് ചിന്തിക്കുന്ന ഒരാളാണ്. പക്ഷേ എന്തോ ഈ കാര്യത്തിൽ പൃഥ്വിരാജിനോടും മല്ലികയോടും RLV രാമകൃഷ്ണനോടും ഒക്കെ എന്തോ ഒരു കുടുംബ വൈരാഗ്യം ഉള്ളതുപോലെയാണ് സംഗീതം സംസാരിക്കുന്നത്. കറുത്ത നിറമുള്ളതും അഭിനയം അറിയാവുന്നതുമായ നടന്മാർക്ക് മലയാള സിനിമയിൽ ക്ഷാമം തീരെ ഇല്ല. അത് സത്യം. മണികണ്ഠൻ ആശാരിയെ പോലെ, വിനായകനെ പോലെ എത്രയോ പേരുണ്ട് കറുത്ത നിറമുള്ള, ഉപയോഗിക്കാൻ പറ്റുന്ന ആളുകൾ തന്നെയാണ്. ഇപ്പോൾ ആടുജീവിതം എന്ന് പറഞ്ഞ സിനിമ വിനായകനെ വെച്ച് ചെയ്താലും മനോഹരമാകും. എൻ്റെ മകൻ ആടുജീവിതം വന്ന ആദ്യ ദിവസത്തെ ആദ്യ ഷോ കണ്ടിട്ട് എൻ്റെ ഒന്ന് പറഞ്ഞത്, അച്ഛാ സിനിമ കാണാൻ പോകണ്ട, അച്ഛൻ തിയേറ്ററിൽ നിന്ന് കരയും. കാരണം ഞാൻ മാളൂട്ടി പോലുള്ള ഒരു സിനിമ ഇതുവരെ അവസാനം വരെ കണ്ടിട്ടില്ല. ആകാശദൂത് ഞാൻ ഇതുവരെ ക്ലൈമാക്സ് കണ്ടിട്ടില്ല. എനിക്കത് സഹിക്കാൻ പറ്റില്ല. കൊച്ചു സങ്കടങ്ങൾ മതി. ഇത് സിനിമയാണെന്നുള്ളത് ഞാൻ മറന്നുപോകും. ഞാനിത് കരയും തിയേറ്ററിൽ. അതുകൊണ്ട് എൻ്റെ വന്ന് മോൻ പറഞ്ഞു, അച്ഛൻ കാണാൻ പോണ്ട അച്ഛാ, അതിൽ പൃഥ്വിരാജ് ചേട്ടൻ ഉടുപ്പൂരുന്ന ഒരു സീനുണ്ട് അച്ഛാ. നാടൻ ഭാഷ പറഞ്ഞ പെറ്റ തള്ള സഹിക്കില്ല. ഈ വാരിയെല്ലാം മുഴുവൻ എല്ലുകൾ, ഈ അയാൾ കുറേ ശരീരം ശോഷിപ്പിച്ചാണല്ലോ അഭിനയിച്ചിരിക്കുന്നത്. ഒരിക്കലും ഞാൻ പറയുന്നു പൃഥ്വിരാജ് നിങ്ങളിങ്ങനെ ഇനിയിപ്പോൾ ഓസ്കർ അവാർഡ് കിട്ടുമെന്ന് തന്നെ വെച്ചോളൂ. ഇപ്പോൾ തന്നെ ഏതൊക്കെയോ മണ്ടന്മാർ പറയുന്നുണ്ട് ഓസ്കർ അവാർഡ് കിട്ടുമെന്ന്. ഓസ്കർ അവാർഡൊന്നും കിട്ടില്ല. കാരണം അതിൽ മത്സരിക്കാൻ പറ്റില്ല. ഇത് ഇംഗ്ലീഷ് പടമല്ലല്ലോ. അപ്പോൾ ഇങ്ങനെ ഒരു കഥാപാത്രത്തിന് വേണ്ടി ഇങ്ങനെ ചാകരുത് എനിക്ക് പറയാനുള്ളത്. കാരണം പൃഥ്വിരാജിനെ പോലുള്ള ആരോഗ്യമുള്ളൊരു ചെറുപ്പക്കാരൻ ശരീരത്തിൽ നിന്ന് 10-20 കിലോ വെയിറ്റ് കുറച്ച് ഈ വാരിയെല്ലാം കാണുന്ന രീതിയിൽ അസ്ഥികൂടം പോലെ ആയി അഭിനയിക്കരുതെന്ന് ഞാൻ പറയും. എൻ്റെ മകൻ പറഞ്ഞത് ആ ഉടുപ്പ് ഊരുന്ന കണ്ട അച്ഛന് സഹിക്കാൻ പറ്റില്ല. അതുപോലെ തന്നെ അയാൾ ജോലിക്ക് ചെന്നപ്പോൾ ഇട്ടിരുന്നൊരു പാൻസ് കാലങ്ങൾക്ക് ശേഷം തിരിച്ചെടുത്തിടുമ്പോൾ ഒരു വലിയ ലോഹ പോലെ ആയിപ്പോയി. അതിനെ കയറുകൊണ്ട് കെട്ടുന്ന ഒരു സാധനം ഉണ്ട് അച്ഛാ. അത്രയും മെലിഞ്ഞ് അയാൾ എന്ത് മനോഹരമായി ചെയ്തിരിക്കുന്നു. അച്ഛൻ അതിൻ്റെ അവസാനമൊന്നും അച്ഛന് കണ്ടിരിക്കാൻ പറ്റില്ല എന്നാണ് എൻ്റെ പറഞ്ഞത്. അത്രയും മനോഹരമായ പടമാണ്. ഇപ്പോൾ ഭ്രമയുഗം പോലെ, പ്രേമലു പോലെ, മഞ്ഞുമൽ ബോയ്സ് പോലെ മലയാള സിനിമയുടെ ഏറ്റവും നല്ല സമയമാണ് എൻ്റെ പൊന്നു സംഗീത. സൂപ്പർ ഹിറ്റാവുകയാണ് ഈ പടം. കാരണം എനിക്കതൊന്ന് കണ്ടിട്ടൊരു എപ്പിസോഡ് ചെയ്യാനായിട്ട് മകൻ പറഞ്ഞതിൻ്റെ പേരിൽ ഒന്ന് ബുക്ക് ചെയ്യാൻ പറഞ്ഞപ്പോൾ അവൻ ബുക്ക് ചെയ്തിട്ട് പറഞ്ഞാൽ അച്ഛാ അത് സൈഡിൽ അവിടെയും ഇവിടെയൊക്കെ കിടക്കുന്ന സീറ്റുകളേ ഉള്ളൂ, അച്ഛനും അമ്മയും കൂടെ പോയാൽ ഒന്നിച്ചിരിക്കാനുള്ള സീറ്റുകളൊന്നും ഇല്ല. അവസാനം ഞായറാഴ്ച രാത്രി 9:30 എന്തോ ഒരു ടിക്കറ്റ് അവൻ ബുക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ പറയുന്നത് അങ്ങനെ അടച്ചാക്ഷേപിച്ച് ഒരു ബിലോ ആവറേജ് നടനാണ് പൃഥ്വിരാജ് എന്നൊക്കെ എന്തിനാണ് നിങ്ങൾ പറയുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. നജീവുമായി സാമ്യമുള്ള ഒരു പുതിയ അഭിനേതാവിനെ കൊണ്ടുവന്നിരുന്നുവെങ്കിൽ അണിയറക്കാരുടേത് ഒരു എത്തിക്കൽ ചോയ്സ് എന്ന് കരുതാമായിരുന്നു. അങ്ങനെ ചെയ്യാം. പക്ഷേ ഇപ്പം ഞാൻ കേട്ടെ അയാൾ തന്മാത്ര എന്നൊരിടത്തിൽ മോഹൻലാലിൻ്റെ ഭാര്യയായിട്ട് അഭിനയിക്കാൻ ഒരു പുതിയ ആളല്ലേ കണ്ടെത്തിയത്, ബ്ലസ്സി. അല്ലെങ്കിൽ അയാളുടെ ആദ്യത്തെ സിനിമ കാഴ്ചയിൽ ബാലതാരമായിട്ട് അഭിനയിക്കാൻ ഒരു പുതിയ കുട്ടിയല്ലേ കണ്ടെത്തി. അയാൾ അങ്ങനെ ഒരുപാട് പേരെ കണ്ടെത്തിയിട്ടുണ്ട്. പക്ഷേ ഒരു സിനിമ എടുക്കാൻ പോകുമ്പോൾ ഒരു പ്രോജക്റ്റ് കൈകാര്യം ചെയ്യുമ്പോൾ ഇതൊരു 40 കോടി രൂപ ചിലവാകും. നമുക്കൊരു 3-4 വർഷമായിട്ട് ഷൂട്ട് ചെയ്യാൻ പറ്റുള്ളൂ. അതിന് മുതൽ മുടക്കാൻ ഒരാളെ അന്വേഷിച്ച് പോകുമ്പോൾ അയാൾ തിരിച്ച് ചില സജഷനുകൾ വയ്ക്കില്ല. ഇതാര് ചെയ്യും നജീബായിട്ട്? നമ്മൾ ഇവിടുത്തെ 2.5 ലക്ഷം കിട്ടുന്ന ഒരു നടനെ വെച്ചാൽ പറ്റില്ല. ഇതൊരു വലിയ താരം ഉണ്ടെങ്കിൽ ഇത് എനിക്ക് വിൽക്കാൻ പറ്റുള്ളൂ. മറ്റ് ഭാഷകളിലൊക്കെ എനിക്ക് വിൽക്കണ്ടേ? അപ്പോൾ ഒരു പാൻ ഇന്ത്യൻ സിനിമ പോലെ എടുക്കണമെങ്കിൽ അത് പൃഥ്വിരാജിനെ പോലെ ഒരാൾ വേണമെന്ന് അവർ ചർച്ച ചെയ്യുകയും തീരുമാനിക്കുകയും ചെയ്യുന്നതിൽ തെറ്റില്ല സംഗീത. അങ്ങനെ വേണം അതിനെ കാണാനെന്ന് ഞാൻ പറയും. അല്ലാതെ നിങ്ങൾ പറയുന്ന പോലെ അങ്ങനെ ചെയ്യാത്തത് വെളുത്ത നിറത്തോടുള്ള സിനിമാ പ്രേക്ഷകരുടെ അടങ്ങാത്ത ആർത്തിയും കറുത്ത നിറത്തോട് പ്രേക്ഷകനുള്ള ചതുർത്ഥിയും സിനിമ ഉണ്ടാക്കുന്നവർക്കറിയാം 100% തെറ്റ്. 100% തെറ്റെന്ന് ഞാൻ പറയും. എങ്കിൽ പിന്നെ ഇവിടെ രജനീകാന്തും വിനായകനും ഒന്നും ഒരു ചുക്കും ആവില്ലായിരുന്നു. നിങ്ങൾ പറയുന്ന രീതിയിൽ അല്ലെങ്കിൽ ഞാൻ കേട്ടെ പ്രമേയുഗം എന്ന് പറഞ്ഞ പടത്തിൽ എന്തുണ്ടാ മമ്മൂട്ടിക്ക് പകരം ആരെ നിങ്ങൾ കാസ്റ്റ് ചെയ്യും പറ? പ്രമേയുഗത്തിലെ തിരുമേനിയായിട്ട് ആരെ കാസ്റ്റ് ചെയ്യും പറയും? അദ്ദേഹത്തിനെ കറുപ്പിക്കേണ്ടായിരുന്നല്ലോ, അദ്ദേഹത്തിന് കൃത്രിമ പല്ല് വയ്ക്കേണ്ടായിരുന്നല്ലോ. അതിന് പകരം ആരെ ചെയ്യും? അങ്ങനെയൊന്നും പറയരുത് സംഗീത, അത് ശരിയല്ല എന്ന് ഞാൻ പറയും. അങ്ങനെ ചെയ്യാത്തത് വെളുത്ത നിറത്തോടുള്ള സിനിമാ പ്രേക്ഷകരുടെ അടങ്ങാത്ത ആർത്തിയും കറുത്ത നിറത്തോടുള്ള പ്രേക്ഷകൻ്റെ ചതുർത്ഥിയും സിനിമ ഉണ്ടാക്കുന്നവർക്കറിയാം. നജീബായി കറുത്ത നായകൻ വന്നാൽ ഊള ഫാൻസിന് ആ സിനിമ സ്വീകാര്യമാവില്ല. നേരത്തെ പറഞ്ഞ ഊള പ്രയോഗം കണ്ടില്ലേ? ഊള ഫാൻസുകാർ തീർച്ചയായിട്ടും ഞങ്ങൾക്കിട്ടെ ഇപ്പം മമ്മൂട്ടിയോ മോഹൻലാലോ പൃഥ്വിരാജോ ദിലീപോ സുരേഷ് ഗോപിയോ ഒന്നുമില്ലാത്ത എത്രയോ സിനിമകൾ ഇവിടെ ഓടിയിട്ടുണ്ട്. അത് ആ സബ്ജക്റ്റ് ആവശ്യപ്പെടുന്ന രീതിയിൽ ചെയ്യും. ഇപ്പം ഞങ്ങളുടെ ഒന്നും വേണ്ട, ജൂനിയർ ആർട്ടിസ്റ്റായിട്ട് അഭിനയിച്ചിട്ടുന്ന പയ്യനല്ലേ പ്രേമലുവിലെ നായകൻ. മലയാള സിനിമയുടെ ചരിത്രം തിരുത്തി കുറിച്ച സിനിമയല്ലേ പ്രേമലു. അതിലഭിനയിച്ച ആ പയ്യൻ എന്ന് പറയുന്നത് അവൻ്റെ പേര് പോലും എനിക്കറിയില്ല. ആ കുട്ടി ജൂനിയർ ആർട്ടിസ്റ്റ് വേഷങ്ങൾ ചെയ്തുകൊണ്ടിരുന്ന ആളല്ലേ. അങ്ങനത്തെ പരീക്ഷണങ്ങളൊന്നും നടക്കാത്ത മേഖലയാണ് മലയാള സിനിമ എന്ന് ഇനിയെങ്കിലും സംഗീത പറയരുത് എന്ന് ഞാൻ പറയും. കഥയിലെ നജീബ് പറയുന്നത് സിനിമയിലെ നജീബ് മുഴുവനായി ഒത്തിട്ടില്ല എന്നാണ്. ഒരിടത്തും അയാൾ പറഞ്ഞില്ല.
ജീവിച്ചിരിക്കുന്ന നജീബ് ഇന്നലെയും ഞാൻ കണ്ട ക്ലിപ്പിങ്സിൽ സിനിമ കണ്ടിറങ്ങിയിട്ട് അയാൾ പറയുന്നു, ഞാൻ അനുഭവിച്ച വേദനകൾ ഇങ്ങനെ ബെന്യാമിൻ സാറിൻ്റെ പുസ്തകത്തിലൂടെ പുറത്തു വരുമെന്നോ അതിങ്ങനെ സ്ക്രീനിൽ കാണാൻ കഴിയുമെന്നോ ഞാൻ കരുതിയതല്ല, എൻ്റെ മഹാഭാഗ്യമാണ് ഈ പുസ്തകവും ഈ സിനിമയും എന്നാണ് അയാൾ പറഞ്ഞത്. പക്ഷേ സംഗീത പറയുന്നു, കഥയിലെ നജീബ് പറയുന്നത് സിനിമയിലെ നജീബ് മുഴുവനായി ഒത്തിട്ടില്ല എന്നാണ്. അയ്യോ, അങ്ങനെ സിനിമയിൽ ജീവിതത്തിലെ നജീബിനെ അതുപോലെ പകർത്തി വെച്ചാൽ അത് ഡോക്യുമെൻ്ററി ആയി പോകും എൻ്റെ പൊന്ന് സംഗീത ലക്ഷ്മൺ. എങ്കിൽ പിന്നെ 2.5 മണിക്കൂർ സമയമല്ലേ നജീബിൻ്റെ ജീവിതത്തിലെ 2.5 മണിക്കൂർ എടുക്കാൻ പറ്റൂ, 2.5 വർഷമൊന്നും എടുക്കാൻ പറ്റില്ലല്ലോ. സിനിമയായിട്ട് കാണാൻ പഠിക്കൂ സംഗീത. നിങ്ങൾ അങ്ങനത്തുള്ള ചില മേഖലകളിൽ നിങ്ങൾ വിജയിച്ചിട്ടില്ല എന്ന് എനിക്ക് തോന്നുന്നു. ഊള ഫാൻസിൻ്റെ കണ്ണിൽ പൊടിയിടാനായി പൃഥ്വിരാജ് കിലോ കണക്കിന് ഭാരം കുറച്ചത് അവകാശമായി ഉന്നയിക്കുന്നു. അയാൾ ഒരു അവകാശവാദം ഉന്നയിച്ചില്ല. അയാൾ അമ്മ കരഞ്ഞു, എൻ്റെ മകൻ ഇങ്ങനെ ആ വിഷ്വൽ കണ്ടപ്പോൾ ഒരു പെറ്റമ്മയല്ലേ, അവർക്ക് സഹിക്കാതെ പോവും. കറുത്ത നിറമുള്ള ഒരു നടന് ലഭിക്കുമായിരുന്ന അവസരം തൊലി വെളുപ്പിൻ്റെ പിൻബലത്തിൽ ബിലോ ആവറേജ് നടനായ പൃഥ്വിരാജ് സ്വന്തമാക്കി. എന്തു മണ്ടൻ വർത്തമാനമാണ് സംഗീതം പറയണമെന്ന് ആലോചിച്ചൊക്കെ. ഒരു കറുത്ത നടന് കിട്ടാനുള്ള അവസരം അയാൾ തട്ടിപ്പറിച്ചിരുന്നു. അയാൾ ബെന്യാമിൻ്റെ ആടുജീവിതം സിനിമയാവുന്നു, ബ്ലസ്സി സംവിധാനം ചെയ്യുന്നു, അല്ലെങ്കിൽ ലിവിസ്റ്റൺ പ്രൊഡ്യൂസ് ചെയ്യുന്നു എന്ന് പറഞ്ഞ് പൃഥ്വിരാജ് അങ്ങോട്ട് ചെന്ന്, നിങ്ങൾ ആരെ വയ്ക്കായിരുന്നു ഇതിൽ, മറ്റേ കറുത്ത നടനെ അയാളെ വെക്കണ്ട കേട്ടാ, എനിക്ക് 5 വയസ്സ് തരണ്ട, ഞാൻ വന്ന് അഭിനയിക്കാം എന്ന് പറഞ്ഞിട്ടല്ലല്ലോ പൃഥ്വിരാജ് ആ വേഷത്തിലേക്ക് വരുന്നത്. പ്രാക്ടിക്കലായിട്ട് ചിന്തിക്കൂ സംഗീത എന്നാണ് എനിക്ക് പറയാനുള്ളത്. നജീബിൻ്റെ ജീവിതം വിൽപ്പന ചരക്കാക്കിക്കൊണ്ട് വെളുത്ത തൊലിയുള്ള പൃഥ്വിരാജ് ഓടി നടന്ന് സിനിമയുടെ പ്രീ റിലീസ് പ്രൊമോഷൻ നടത്തുന്നു. സംഗീതം മനസ്സിലാക്കേണ്ടത്, ലക്ഷങ്ങളും കോടികളും പ്രതിഫലം വാങ്ങുന്ന നടീനടന്മാർ ഒരു പടം റിലീസ് ചെയ്യുമ്പോൾ അതിൻ്റെ മാർക്കറ്റിങ്ങിൽ വിജയിക്കാൻ വേണ്ടി ഇതുപോലെ പ്രീ റിലീസിന് വിളിച്ചാൽ ചെല്ലാത്ത നാട്ടിൽ പൃഥ്വിരാജ് കയറി നടന്ന് എല്ലാ പ്രീ റിലീസ് ചർച്ചകളിലും പങ്കെടുക്കുന്നുവെങ്കിൽ അയാളുടെ അയാളുടെ സ്വഭാവത്തിൻ്റെ മഹത്വം എന്ന് വേണം അതിനെ കരുതാൻ. സംഗീതയ്ക്ക് ഇതൊന്നും അറിയില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. സംഗീതം മനഃപൂർവ്വം പൃഥ്വിരാജിനിട്ടൊരു താപ്പ് താക്കുന്നതാണെന്ന് ഞാൻ പറയുള്ളൂ. കാരണം അയാൾ ഓടി നടന്ന് പ്രീ റിലീസിന് പോയി പ്രൊമോഷൻ ചർച്ചകളിലൊക്കെ പങ്കെടുക്കുന്നു. ഇവിടെ ഒരുപാട് പരാതികൾ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനിലും ഫെഫ്കയിലും ഒക്കെ വന്നിട്ടുണ്ട്. കാരണം ഞങ്ങളുടെ ചോദിച്ച പ്രതിഫലം കൊടുത്ത് ഞങ്ങൾ കണ്ടെത്തിയ വലിയ വലിയ താരങ്ങൾ ഞങ്ങൾ പ്രൊമോഷന് വിളിച്ചിട്ട് വരുന്നില്ല, സിനിമ വിജയിപ്പിക്കാൻ വരുന്നില്ല എന്ന് പറയുന്നിടത്ത് ഞാൻ അഭിനയിച്ച വർഷങ്ങളോളം കിടന്ന് ഞാൻ അഭിനയിച്ച ഒരു സിനിമ തിയേറ്ററിലെത്തുമ്പോൾ അയാൾ അതിൻ്റെ പ്രൊമോഷന് വേണ്ടി ഓടുന്നു. അയാളല്ലല്ലോ എൻ്റെ പ്രൊഡ്യൂസർ. അയാൾ ആ പടം വിജയിപ്പിക്കാനായി മീഡിയകളെ കാണാൻ തയ്യാറാവുന്നുവെങ്കിൽ പൃഥ്വിരാജ് എന്ന് പറഞ്ഞ അയാളുടെ ക്യാരക്ടറാണെന്ന് വേണം സംഗീത മനസ്സിലാക്കേണ്ടത്. യവൻ്റെ സിനിമയിൽ അവസരം വേണം ആക്ക് പൃഥ്വിരാജിന്. എന്ത് പറയാനെന്നാണ് ഞാൻ ആലോചിക്കുന്നത്. അയാളെ അന്വേഷിച്ച് ചെല്ലുന്ന കഥാപാത്രങ്ങൾ മുഴുവൻ ചെയ്തിരുന്നെങ്കിൽ അയാൾ വർഷത്തിൽ 30 സിനിമ ചെയ്യേണ്ടി വരും. എനിക്കറിയാം, അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. അയാളെ തേടി ചെല്ലുന്ന കഥാപാത്രങ്ങളെല്ലാം കയറി കൊണ്ടുപോവാ എന്ന് പറഞ്ഞ് വാങ്ങിയിരുന്നുവെങ്കിൽ ഇപ്പോൾ മലയാള സിനിമയിൽ അങ്ങനെ ആരും ഇല്ല സംഗീത. കിട്ടുന്ന വേഷങ്ങളൊക്കെ മമ്മൂട്ടിയും മോഹൻലാലും സുരേഷ് ഗോപിയും ദിലീപും പൃഥ്വിരാജും ഫഹദ് ഫാസിലും ഒക്കെ ചെയ്തിരുന്നെങ്കിൽ ഇവിടെ ഒരു 10-500 പടം ഇറങ്ങില്ലായിരുന്നു. അവരിപ്പോൾ സുഖിച്ചല്ലേ സിനിമ ചെയ്യണം. ഒരു സിനിമ തന്നെ 1 വർഷവും 2 വർഷം. ഇപ്പം തന്നെ ആടുജീവിതം എത്ര വർഷം എടുത്താൽ തീർത്തത്? അയാളുടെ എത്ര പ്രോജക്റ്റുകളെ നശിപ്പിച്ച് കാണും. കാരണം ഈ ശരീരം ഉണക്കി ഈ കൊറോണ കാലത്ത് അവിടെ ചെന്ന് ആഹാരമില്ലാതെ കിടന്നൊക്കെ ഷൂട്ട് ചെയ്തതല്ലേ. നിങ്ങളിങ്ങനെ പറയുന്നതിന് ഒരു സത്യവുമില്ല. ഇവൻ്റെ പാവക്കൂത്തിന് പേക്കൂത്തിന് ഏറാൻ മൂളാൻ മലയാള സൈബർ ഊളകൾ മുഴുവൻ കൂടിയാലും അതിന് എന്നെ പ്രതീക്ഷിക്കരുത് എന്നാണ് സംഗീത പറയുന്നത്. അവിടെയും ഊള പറഞ്ഞു കേട്ടില്ലേ? അതായത് ഇവൻ്റെ പാവക്കൂത്തിനും പേക്കൂത്തിനുമൊക്കെ ഏറാൻ മൂളാൻ മലയാള സൈബർ ഊളകൾ മുഴുവൻ കൂടിയാലും അതിനെന്നെ പ്രതീക്ഷിക്കരുത്, എന്നെ അതിന് കിട്ടില്ല ഊളകളെ. ഞാൻ കേൾക്കട്ടെ, ഇത് ആരാ നിങ്ങളെ പ്രതീക്ഷിച്ചതാരാ? മുമ്പ് ഒരു കഥ പറഞ്ഞുതരാം. ഒരു സിനിമാ സെറ്റിൽ നിന്ന് നമ്മുടെ കീരിക്കാടൻ മോഹൻരാജ് ഇങ്ങനെ വർത്തമാനങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നതിനിടയിൽ മുകേഷൊക്കെ ഉള്ള സെറ്റിലാണെന്ന്, മുകേഷ് ഇറക്കിയ കഥയാണെന്നാണ് എൻ്റെ ഓർമ്മ. ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അടുത്ത് ചെയ്യാൻ പോകുന്ന തെലുങ്കിൽ വിജയശാന്തി, അന്ന് വിജയശാന്തി ഭയങ്കര കത്തി നിൽക്കുന്ന കാലമാണ്. വിജയശാന്തിയുടെ പുതിയ പടത്തിൽ 6 ഫൈറ്റ് ഉണ്ട്. അതുപോലെ തന്നെ അവിടെ നമ്മുടെ ചിരഞ്ജീവിയുടെ പടത്തിൽ 5 ഫൈറ്റ് ഉണ്ട്, പുതിയ 2 പടത്തിൽ. അപ്പോൾ ഈ വർത്തമാനം കേട്ടിട്ടപ്പോൾ ഇവർ അതിശയപ്പെട്ടു. കീരിക്കാടൻ അടുത്ത് ഇടിക്കാൻ പോകുന്നത് വിജയശാന്തിയുടെയും ഇയാളുടെ നമ്മുടെ ചിരഞ്ജീവിയുടെയും പടമാണല്ലോ എന്ന് വിചാരിച്ചിട്ട് വളരെ കാര്യമായിട്ട് ചോദിച്ചു. അപ്പോൾ എപ്പോഴാണ് ഡേറ്റ് എന്ന് ചോദിച്ചു. ആർക്ക്? അല്ല അതിൽ ഇല്ലേ, അതിൽ ഞാനില്ല, അത് വേറെ ആരാണ് അഭിനയിക്കണേ എന്ന് കീരിക്കാടൻ പറഞ്ഞൊരു കഥ പറയാറുണ്ട് എന്നുള്ളതുപോലെ എന്നെ അതിന് കിട്ടില്ല ഊളകളെന്നാണ് പറഞ്ഞത്. അതിന് ഈ ആടുജീവിതം എന്ന് പറഞ്ഞ പടത്തിൻ്റെ പ്രൊമോഷന് വേണ്ടി സംഗീത മോഹൻ വരണേ എന്ന് ആരെങ്കിലും വിളിച്ചോ? സംഗീത ആരും വിളിക്കാത്തടത്ത് എന്തിനാ കയറി? വിളിക്കാത്തടത്ത് സദ്യ ഉണ്ണാൻ പോണേ. അതാണ് എനിക്ക് പറയാനുള്ളത്. സ്റ്റേജിൽ നിന്ന് ഓഡിയൻസിൻ്റെ മുന്നിൽ അടുത്ത കഥാപാത്രമാണ് RLV രാമകൃഷ്ണൻ. സ്റ്റേജിൽ നിന്ന് ഓഡിയൻസിൻ്റെ മുന്നിൽ മോഹിനിയാട്ടം ഡെമോ കാണിക്കുന്നത് പിന്നിലിരിക്കുന്ന ആരും കാണുന്നില്ല എന്നാണ്
സംഗീത മോഹൻ കണ്ടെത്തിയ ഒരു പോസ്റ്റ്. ഇപ്പോൾ സ്റ്റേജിൽ കുറേ പേര് ഇരിപ്പുണ്ട്. അവരെ മുന്നിൽ നിന്നുകൊണ്ട് മുന്നിലിരിക്കുന്ന ഓഡിയൻസിന് മുമ്പിലാണ് ഇയാൾ മോഹിനിയാട്ടത്തിൻ്റെ ഡെമോ നടത്തുന്നത്. സംഗീത കണ്ടുപിടിച്ചത് ഈ പുറകെ ഇരിക്കുന്നവർ അത് ആരും ശ്രദ്ധിക്കുന്നില്ല. അവൻ്റെ ചന്തിയല്ലേ കാണാൻ പറ്റും പുറകെ ഇരിക്കുന്നവർക്ക്. ഒരു കാരണമുണ്ടാക്കി കാര്യങ്ങൾ പറയരുത് സംഗീത. നിങ്ങൾ അതിനേക്കാൾ കൂടുതൽ എന്താ പറയുക സ്ഥാനം അർഹിക്കുന്നു എന്നാണ് എനിക്ക് പറയാനുള്ളത്. മോഹിനിയാട്ടത്തിൽ PhD നേടിയ സോ കോൾഡ് അനുഗ്രഹീത നർത്തകൻ ഡെമോ കാണിക്കുമ്പോൾ പിന്നിലിരിക്കുന്നവർ അത് ആസ്വദിക്കുന്നില്ല എന്നാണ് സംഗീത. പിന്നിലിരിക്കുന്നവർ എങ്ങനെ ആസ്വദിക്കും? മുന്നിലിരിക്കുന്നവർക്കല്ലേ അയാളുടെ മുഖം കാണാൻ പറ്റൂ. അപ്പോൾ ആവറേജ് നടൻ പൃഥ്വിരാജനെ വിളിച്ചെങ്കിൽ RLV രാമകൃഷ്ണനെ വിളിക്കുന്നത് സോ കോൾഡ് നടൻ എന്നാണ് വിളിക്കുന്നത്. അയാളുടെ പ്രകടനം പുറകിലിരിക്കുന്നവരൊക്കെ കൗതുകം ഉണർത്തുന്നില്ല എന്ന് അവരുടെ മുഖത്തുനിന്ന് അറിയാമെന്നാണ് സംഗീതം പറയുന്നത്. മലയാള സൈബർ ഊളക്കൂട്ടം യവനോടൊപ്പം അണിനിരന്നിട്ടുണ്ടാകും. ഇവൻ LDFിൻ്റെ ഭാഗത്ത് ചില നീക്കുപോക്കുകൾ നടത്തിയിട്ടുണ്ട്. എന്ത് വങ്കത്തരങ്ങളാണ് പറയണമെന്ന് ആലോചിക്കേ. എന്ത് നീക്കുപോക്ക്? സത്യഭാമ ഇങ്ങനെ ചീത്ത വിളിക്കുമ്പോൾ ഡമ്മി സത്യഭാമ, ഒറിജിനലല്ല, ഒറിജിനലോ ആ വലിയ മഹതി മരിച്ചു പോയല്ലോ. അപ്പോൾ ഡമ്മി സത്യഭാമ നിങ്ങളെ തെറി വിളിക്കുമ്പോൾ നിങ്ങളുടെ കൂടെ നമ്മൾ LDFകാരെല്ലാം നിങ്ങളുടെ കൂടെ നിൽക്കാം എന്ന് നേരത്തെ വാക്കു കൊടുത്തു എന്നുള്ള രീതിയിലൊക്കെയാണ് സംഗീത പറയുന്നത്. BJP നേതാവായ സുരേഷ് ഗോപിയുടെ ക്ഷണം ഇവൻ തിരക്കുകൾ കാരണം നിരസിക്കുകയും സിനിമയിൽ അവസരം വേണമെന്ന് പ്രഖ്യാപിക്കുകയും ചെയ്തു. സുരേഷ് ഗോപിയെ വിളിച്ചത് നിങ്ങളെല്ലാം കണ്ടു കാണും. ഇപ്പോൾ ഈ പത്രപ്രവർത്തകന്മാരെന്ന് പറഞ്ഞ് നടക്കുന്ന മാപ്പറുകളെല്ലാം ഏജൻറ്റുമാരാണല്ലോ. അപ്പോൾ സുരേഷ് ഗോപിയുടെ ഒരു ഏജൻ്റായ ഒരു പത്രപ്രവർത്തകൻ അവൻ ഫോൺ ചെയ്ത് സ്പീക്കർ ഓൺ ചെയ്ത് ഞാൻ കൊടുക്കാം ചേട്ടാ, ഞാൻ കൊടുക്കാം എന്ന് പറഞ്ഞിട്ട് രാമകൃഷ്ണന് കൊടുക്കുന്നു. രാമകൃഷ്ണൻ ഭയഭക്തി ബഹുമാനത്തോടെയാണ് സുരേഷ് ഏട്ടാ എന്ന് വിളിച്ച് സംസാരിക്കുമ്പോൾ അദ്ദേഹം പറയുന്നു, ഞാൻ ചോതി നക്ഷത്രത്തിൽ പിറന്ന ആളാണ്. ഏപ്രിൽ ചോതി എന്നാണ് വരുന്നതെന്ന് എനിക്കറിയില്ല. കാരണം അദ്ദേഹം ഇലക്ഷൻ്റെ തിരക്കിലേക്കല്ലേ. അപ്പോൾ ആ ദിവസം കൊല്ലത്ത് എൻ്റെ കുടുംബ ക്ഷേത്രത്തിൽ വന്ന് മോഹിനിയാട്ടം നടത്താമോ എന്ന് ചോദിക്കുന്നു. ഞാൻ നോക്കട്ടെ ചേട്ടാ, ഞാൻ ഡേറ്റ് നോക്കിയിട്ട് പറയാമെന്ന് പറയുന്നു. ഡേറ്റ് നോക്കിയ ശേഷം അയാൾ പറയുന്നു, എനിക്ക് വരാൻ പറ്റില്ല, അന്ന് എനിക്ക് വേറെ പ്രോഗ്രാമുണ്ട്. പക്ഷേ അതിനെ ഇങ്ങനെ വളച്ചൊടിക്കാമോ? അതായത് LDF പറഞ്ഞിട്ടാണെന്നോ അല്ലെങ്കിൽ BJPക്കാരനായ സുരേഷ് ഗോപിയുടെ ഇതിന് പോകണ്ടെന്നോ ആ അർത്ഥത്തിലല്ല രാമകൃഷ്ണൻ സംസാരിച്ചത്. അതുപോലെ രാമകൃഷ്ണൻ സംസാരിക്കുന്നുണ്ടെങ്കിൽ പറഞ്ഞു, എനിക്ക് കേന്ദ്ര ഗവൺമെൻറ്റിൽ നിന്ന് കഴിഞ്ഞ 5 വർഷമായി ഞാൻ പ്രതീക്ഷിക്കുന്ന എനിക്ക് കിട്ടാനുള്ള ഒരു അവസരമുണ്ട്, അത് സാർ ഒന്ന് റെഡിയാക്കി തരണമെന്ന് പറയുന്നു. അതുപോലെ തന്നെ എനിക്ക് ഏതെങ്കിലുമൊക്കെ സിനിമയിൽ എന്തെങ്കിലുമൊക്കെ ചെയ്യണമെന്ന് അങ്ങനെ പറയുന്നത് ദ്രോഹമാണോ സംഗീത? എനിക്ക് അഭിനയിക്കാൻ താല്പര്യമുണ്ട്, എനിക്ക് ഏതെങ്കിലുമൊക്കെ പടങ്ങൾ സിനിമകളിൽ അവസരം കിട്ടിയാൽ നന്നായിരുന്നു എന്ന് സുരേഷ് ഗോപിയോട് പറഞ്ഞാൽ ലോകം ഇടിഞ്ഞു വീഴുമോ? അതൊക്കെ ഒരു മോശം വർത്തമാനമാണ്. അല്ലെങ്കിൽ എന്തോ RLV രാമകൃഷ്ണന് ഇഷ്ടമില്ലാത്തതുകൊണ്ട് പറയുകയാണെന്ന് ഞാൻ പറയും. എന്നിട്ട് RLV രാമകൃഷ്ണൻ SFIയുടെ ക്ഷണം സ്വീകരിക്കാൻ വെമ്പി എന്നാണ് അവർ പറയുന്നത്. കേരള കലാമണ്ഡലത്തിൽ ഒരു മോഹിനിയാട്ടം അവതരിപ്പിക്കാൻ ഒരു പുരുഷനായ രാമകൃഷ്ണന് SFIക്കാർ ഒരു ഓഫർ വച്ചപ്പോൾ അത് അയാൾ സ്വീകരിച്ചത് തെറ്റെന്നാണ് സംഗീതം പറയുന്നത്. മണി അവസാന കാലത്ത് ഇവൻ അകറ്റി നിർത്തിയിരുന്നു. മണി അധ്വാനിച്ചുണ്ടാക്കിയ പണം ഉപയോഗിച്ചൊരു സ്ഥാപനം തുടങ്ങി അവിടെ പെൺവിഷയവുമായി പ്രശ്നമുണ്ടാക്കി, സാമ്പത്തിക തിരിമറികൾ നടത്തി. അത് ബോധ്യപ്പെട്ട മണി എന്താ പറയുക രാമകൃഷ്ണനെ മാറ്റി നിർത്തി. എനിക്കറിയില്ല, അത് രാമകൃഷ്ണന് മാത്രമേ അറിയാവൂ. മരിക്കുന്നതുവരെയും രാമകൃഷ്ണനുമായിട്ട് മണിക്ക് അസ്വാരസ്യമുണ്ടായിരുന്നു എന്നും എനിക്കറിയില്ല. മരിച്ച ശേഷം കലാഭവൻ കുട്ടിയോട് ഒരുപാട് ഞാൻ എവിടേക്കോ വിഷ്വലുകളുണ്ടോ ആ കുട്ടിയുമായിട്ട് ഒരു ചെറിയച്ഛൻ കൊച്ചച്ഛൻ എന്നുള്ള നിലയ്ക്ക് രാമകൃഷ്ണൻ ഇരിക്കുന്ന പടങ്ങൾ ഞാൻ കണ്ടു. പക്ഷേ സംഗീത പറയുന്നത് സാമ്പത്തികമായി ഇതും പെൺവിഷയമൊക്കെ വന്നപ്പോൾ മണി മാറ്റി നിർത്തിയിട്ടാണ് മരിച്ചതെന്നാണ് പറയുന്നത്. മണിയുടെ ഭാര്യയും മകളും ഉൾപ്പെടെ മണിയുടെ പ്രിയപ്പെട്ടവർ പലരും ജീവിതത്തിൽ നിന്നും രാമകൃഷ്ണനെ അകറ്റി. മണിയുടെ ഭാര്യയോ മണിയുടെ മോളോ ഏതെങ്കിലും ക്യാമറയുടെ മുന്നിൽ വന്ന് എന്തെങ്കിലുമൊക്കെ പറയുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? അവരൊന്നും പറയില്ല, അവരൊതുങ്ങി ജീവിക്കുന്നു. അവരെങ്ങനെ ജീവിക്കട്ടെ എൻ്റെ സംഗീത? അതിന് പകരം അവരെല്ലാം കൂടെ ചേർന്ന് RLV രാമകൃഷ്ണനെ മാറ്റി നിർത്തിയിരിക്കുകയാണെന്ന് പറയുന്നുവെങ്കിൽ അതിന് തെളിവ് വേണം. നിങ്ങളൊരു വക്കീലാണ് എന്നുള്ള നിലയ്ക്ക്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ആരെയും എന്തും പറയാനുള്ള ചങ്കൂറ്റമുണ്ട് എന്നുള്ള നിലയ്ക്ക് ഇല്ലാ വചനങ്ങൾ പറയരുത്, അല്ലെങ്കിൽ ഒരാളിനെ വേദനിപ്പിക്കുന്ന രീതിയിലുള്ള നിസ്സാര കാര്യത്തിന് കരയുന്നവനാണ് ഈ രാമകൃഷ്ണൻ. എനിക്ക് അതാണ് തോന്നിയിട്ടുള്ളത്. ഞാൻ മുമ്പൊരിക്കൽ KPSCയുടെ ഒരു ഇഷ്യൂ വന്നപ്പോൾ ഞാൻ പറഞ്ഞു, രാമകൃഷ്ണൻ നീ ആണായിട്ട് നിൽക്കണം, അല്ലാതെ ഇങ്ങനെ കരയരുതെന്ന്. ഇങ്ങനെ പറയരുത് സംഗീത എന്നാണ് എനിക്ക് പറയാനുള്ളത്. മണിയുടെ സുഹൃത്തുക്കൾ ഇവനെ വിളിക്കുന്നേ ഇല്ല എന്ന് പറഞ്ഞു. മണിയുടെ സുഹൃത്തുക്കൾ ദ്രോഹികൾ ഒരെണ്ണം രാമകൃഷ്ണനെ വിളിക്കരുതെന്ന് ഞാൻ പറയും. കാരണം മണിയെ കൊന്നത് ഈ സുഹൃത്ത് ബന്ധമാണ് എന്ന് ഞാൻ പറയും. സുഹൃത്തുക്കളെന്ന് പറഞ്ഞവന്മാർ പാടിയിൽ കിടന്ന് വാറ്റി കുടിച്ച് കൂത്താടിയാണ് കലാഭവൻ മണിയെ നശിപ്പിച്ചതെന്ന് ഞാൻ പറയും.
ഒരു കുട്ടിയുണ്ട്, ഒരു ഭാര്യയുണ്ട്, എന്നെ കാത്ത് തൊട്ടപ്പുറത്ത് ഒരു 50 മീറ്ററിനപ്പുറത്ത് താമസമുണ്ടെന്നുള്ള ബോധമില്ലാതെ കൂട്ടുകാരോടൊപ്പം കഴിഞ്ഞതാണ് മണി അകാലത്തിൽ പോയതെന്ന് ഞാൻ പറയും. ആ മണിയുടെ സുഹൃത്തുക്കൾ രാമകൃഷ്ണനെ വിളിക്കാതിരിക്കുന്നതാണ് നല്ലത്. കാരണം അയാൾ വെള്ളം അടിച്ചും പെണ്ണു പിടിച്ചുമൊക്കെ ജീവിക്കുന്ന ഒരു മനുഷ്യനല്ലല്ലോ. അയാളങ്ങ് ജീവിച്ച് ഈ പറഞ്ഞ എംബോക്കികളുടെ സൗഹൃദമില്ലാതിരിക്കുന്നതാണ് നല്ലത്. സിനിമയിൽ അഭിനയിപ്പിക്കുന്നില്ല എന്ന് അയാൾ പറയുന്നു. പുര കത്തുമ്പോൾ വാഴ വെട്ടുവാൻ നാണമില്ലാത്തവൻ്റെ ആസനത്തിൽ ആല് മുളച്ചു, വെടക്കാക്കി തനിക്കാക്കുക എന്നീ പ്രയോഗങ്ങൾ അന്വർത്ഥമാക്കുന്ന മഹത് വചനങ്ങളാണ് ഇതൊക്കെ എന്നാണ് സംഗീത പറയുന്നത്. ഇതൊക്കെ രാമകൃഷ്ണന് ചേരുമെന്നാണ് പറയുന്നത്. സൈബർ ഊളകളുടെ തലയിൽ കാലിയാണ്, തലയ്ക്കകത്തൊന്നുമില്ല, ചിന്താശേഷിയുമില്ല എന്നാണ് സംഗീത പറയുന്നത്. ഞാൻ ഈ കാര്യങ്ങളിലൊക്കെ ഞാൻ പറയും, സംഗീത നിങ്ങളുടെ തലയിൽ എവിടെയോ അല്പം കുറവുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. അല്ലാതെ ഈ സൈബർ ഊളകളുടെ തലയിൽ ആളില്ലാത്തതുകൊണ്ടാണ് രാമകൃഷ്ണനെ കേരളത്തിലെ മുഴുവൻ ജനതയും എന്താ പറയുക ഒറ്റക്കെട്ടായി നിന്ന് പിന്തുണ നൽകിയതെന്ന് ഞാൻ പറയും. അത് സംഗീതയ്ക്ക് ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും ഞാൻ അങ്ങനെ പറയും. എല്ലാവർക്കും നമസ്കാരം. ഞാനിപ്പോൾ വന്നിട്ടുള്ളത് ചില സത്യാവസ്ഥകൾ നിങ്ങൾക്ക് മുമ്പിൽ ബോധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. ചില തെറ്റായ ധാരണകൾ സോഷ്യൽ മീഡിയയിലൂടെ പ്രചരിക്കുന്നത് കണ്ടപ്പോൾ വളരെയധികം വിഷമം തോന്നി. അതിലൊന്നാമത്തേത് സുരേഷ് ഗോപി സാറുമായുള്ള ഫോൺ സംഭാഷണം. ഫോൺ ലൗഡ് സ്പീക്കറിലിട്ട് മാധ്യമപ്രവർത്തക മുമ്പിൽ സംസാരിച്ചത് ഏറെ വിവാദമായ ഈ സാഹചര്യത്തിൽ അതിന്റെ സത്യം നിങ്ങളോട് ഞാൻ തുറന്നു പറയട്ടെ. ഒരുപാട് മാധ്യമപ്രവർത്തകർ ഇവിടെ കൂടി നിൽക്കുന്ന സമയം ഒരു വ്യക്തി സുരേഷ് ഗോപി സാറുടെ ഫോൺ ഉണ്ട് എന്ന് പറഞ്ഞ് എനിക്ക് ഫോൺ തരികയും അദ്ദേഹത്തിന്റെ ഫോൺ തന്നെ എനിക്ക് തരികയും അത് മാധ്യമപ്രവർത്തകരിൽ ആരോ ഒരാൾ അത് ലൗഡ് സ്പീക്കറിൽ ഇടാനും അതോടൊപ്പം തന്നെ അത് ലൗഡ് സ്പീക്കറിൽ ഇട്ടുകൊണ്ടാണ് ആ ഫോൺ എനിക്ക് തരുന്നത് തന്നെ. മറ്റു മാധ്യമപ്രവർത്തകർ കേൾക്കുന്ന രീതിയിൽ കേൾക്കാൻ വേണ്ടിയിട്ടാണ് അദ്ദേഹം ആ ഫോൺ ലൗഡ് സ്പീക്കറിലിട്ട് എനിക്ക് തന്നത്. അത് എന്റെ ഫോണായിരുന്നില്ല, ഇവിടെ വന്ന് നിന്നിരുന്ന ഒരു വ്യക്തിയുടെ ഫോണായിരുന്നു അത്. അദ്ദേഹത്തിന്റെ ഫോണിലേക്കാണ് സുരേഷ് ഗോപി സാറിന്റെ ഫോൺ വന്നിട്ടുണ്ടായിരുന്നത്, അതല്ലാതെ എന്നെ ഡയറക്റ്റായിട്ട് വിളിച്ചതല്ല. ഈ സത്യം നിങ്ങൾ അറിയണം. അത് എന്റെ ഫോണല്ല, ഞാനല്ല ലൗഡ് സ്പീക്കറിലിട്ടത് എന്നൊരു സത്യാവസ്ഥ നിങ്ങളോട് ബോധിപ്പിക്കുന്നു. അതോടൊപ്പം തന്നെ അദ്ദേഹം തന്ന ഒരു അവസരം ഞാൻ ഏറെ ഹൃദയത്തോട് സ്വീകരിച്ചു എന്നുള്ള കാര്യം ഞാൻ അപ്പം തന്നെ പറഞ്ഞിരുന്നു. അതിനുശേഷം പിന്നീട് 28-ാം തീയതി മറ്റൊരു പരിപാടി ഉള്ളതുകൊണ്ടാണ് ആ പരിപാടി ഞാൻ ചെയ്യാൻ കഴിയാത്തത്. അതോടൊപ്പം തന്നെ അദ്ദേഹത്തോട് ഒരു അവസരം, സിനിമയിൽ അവസരം ചോദിച്ചതിനെയും വളരെ വിമർശനാത്മകമായി കാണുന്നുണ്ട്. അത് എന്റെ കേവലം ഒരു ആഗ്രഹം മാത്രമായിരുന്നു എന്നുകൂടി ഞാൻ അറിയിക്കുന്നു. ദയവ് ചെയ്ത് ഇത്തരം കാര്യങ്ങളെ വളച്ചൊടിച്ച് മോശമായ രീതിയിൽ അവതരിപ്പിക്കരുത് എന്ന് ഞാൻ വിനീതമായി അഭ്യർത്ഥിക്കുന്നു. നിങ്ങൾക്ക് ഏതെങ്കിലും രീതിയിൽ അത് വിഷമമായിട്ടുണ്ടെങ്കിൽ അതിന് ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ ഖേദം പ്രകടിപ്പിക്കുന്നു. സത്യാവസ്ഥ എല്ലാവരും മനസ്സിലാക്കണം എന്ന് വിനീതമായി ഒരിക്കൽ കൂടി അഭ്യർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. മോഹിനിയാട്ടം നർത്തകി സത്യഭാമ ടീച്ചറെ എനിക്ക് പരിചയമില്ല. ജീവിതത്തിൽ ഒരിക്കലെങ്കിലും നേരിൽ കാണണം, പരിചയപ്പെടണം. പരിചയപ്പെടുത്തുമ്പോൾ കൈകൾ കൂപ്പി ശിരസ് നമിച്ച് ഞാൻ സ്വയം അവരെ പരിചയപ്പെടുത്തും. ഞാനാണ് സംഗീത ലക്ഷ്മൺ. ഞാൻ ഒരു IG ആയിരുന്ന ലക്ഷ്മണയുടെ മകളാണ്. ഞാൻ ഒരു ഹൈക്കോടതി വക്കീലാണെന്നൊക്കെ പറഞ്ഞ് കൈ കൂപ്പി തൊഴുതോ അല്ലെങ്കിൽ കാലിൽ നക്കിയോ നിങ്ങൾ പിന്തുണ പ്രഖ്യാപിച്ചോ. പക്ഷേ കേരളത്തിലെ പൊതുസമൂഹം ഈ പറയുന്ന ഡ്യൂപ്ലിക്കേറ്റ് ഡമ്മി സത്യഭാമയുടെ നിൽക്കില്ല സംഗീത. അങ്ങനെ നിന്നാൽ നിങ്ങളുടെ വില പോകുമെന്ന് ഞാൻ പറയും. അപ്പം നിങ്ങൾ പറയും എനിക്ക് വില പോയാൽ ഡേഷ് മാത്രം, നേരത്തെ പറഞ്ഞ് തെറി ചിലപ്പോൾ നിങ്ങൾ പറയുമായിരിക്കും. പക്ഷേ പൊതുസമൂഹം നിൽക്കില്ല സംഗീത. കാരണം ഒരു ചെറുപ്പക്കാരനെ ഇത്രയും അടച്ചാക്ഷേപിച്ചിട്ട് എൻ്റെ നാക്ക് പിഴയാണ്, ഞാനത് തിരുത്തുന്നു, ഞാൻ ഇനിമേൽ അയാളെ പറയില്ല എന്ന് പറയുന്ന ഇനിയും ഞാൻ പറയും എന്ന് പറയുന്ന ഒരു അഹങ്കാരി സ്ത്രീക്ക് സംഗീത ലക്ഷ്മൺ പിന്തുണ കൊടുക്കുകയാണെങ്കിൽ എൻ്റെ ഭാഷയിൽ പറഞ്ഞ പുല്ലേ മാത്രം എന്ന് പറയും. അതിന് പകരം നിങ്ങൾ ഈ സൈബർ ഊള എന്നൊന്നും വിളിക്കുന്നത്, ഞാനൊരു സൈബറാണല്ലോ. അങ്ങനെയൊന്നും നിലവാരം വിട്ട് കളിക്കുന്നവരും ഇല്ലാത്തവരും അഭിമാനത്തോടെ ജീവിക്കുന്നവരും എന്നെപ്പോലെയെങ്കിലും ഉണ്ട് എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ അഭിമാനത്തോടെ ജീവിക്കുന്ന ആളാണ് സംഗീത. ഞാനൊരിക്കലും സൈബർ ഊളയല്ല. അപ്പം നിങ്ങൾ ഇനി ഈ പറഞ്ഞ ഈ ഡമ്മി സത്യഭാമയെ കാണും, നിങ്ങൾ ഒറിജിനൽ സത്യഭാമയെ പറഞ്ഞാൽ മനസ്സിലാക്കാം. നിങ്ങൾക്ക് അവരെ അറിയില്ലല്ലോ, അതിലെ പ്രശ്നം. അവർ മരിച്ചു പോയതും അറിയില്ല, അവരെ ചരിത്രവും അറിയില്ല. നിങ്ങൾക്കറിയാവുന്ന കലാമണ്ഡലം സത്യഭാമ എന്ന് പറഞ്ഞാൽ ഈ വൃത്തികെട്ട സ്ത്രീയാണെന്നാണ് നിങ്ങൾ വിചാരിച്ചു വെച്ചിരിക്കുന്നത്. അതിനിപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും, പോട്ടെ. അടുത്തത് മല്ലിക ചേച്ചിയെക്കുറിച്ചാണ് ഞാൻ പറയുന്നത്. ഇപ്പം സംഗീത എന്താ പറയുക, അവരുടെ പേരിൽ അച്ഛൻ്റെ പേരാണ് ഇട്ടിരിക്കുന്നത്. ഒരു സിവിൽ സർവീസ് ഉദ്യോഗസ്ഥനെ കല്യാണം കഴിച്ചിട്ട് പോലും സംഗീത സുരേഷ് കുമാർ എന്ന് മാറ്റിയില്ല. അവർ സംഗീത ലക്ഷ്മൺ എന്നാണ് ഇട്ടിരിക്കുന്നത്. ഇവിടെ എന്താ പറയുക, ഭർത്താവിൻ്റെ പേര് വാലിൽ ഇടുന്ന കുറേ പേര്, ഒരുപാട് പേരുണ്ട്. എന്നാൽ സ്വന്തം പേരിടുന്ന, എൻ്റെ പേര് മാത്രം വയ്ക്കുന്ന എത്രയോ പേരുണ്ട് ഇല്ലേ. ഇപ്പോൾ എൻ്റെ കല്യാണം കഴിഞ്ഞ് വന്നപ്പോൾ എൻ്റെ സിന്ധു ചോദിച്ചു, അണ്ണാ ഈ കല്യാണം കഴിഞ്ഞാൽ ഇവിടെ ഒരു സീമന്ത രേഖ ഇടില്ല, അത് ഞാൻ ഇടണോ ചോദിച്ചു. നിനക്കത് ഭംഗിയാണെന്ന് തോന്നുകയാണെങ്കിൽ ഇട്ടോ,
ഈ വക ഒരു കാര്യവും എന്നോട് ചോദിക്കരുത്. ഞാൻ സിന്ധുവിനോട് പറഞ്ഞ ചില കാര്യങ്ങളാണ്. ഒരു കാലത്തും ഞാൻ വന്നിട്ട് ആഹാരം കഴിക്കാമെന്ന് പറഞ്ഞ് ഇരിക്കരുത്, എങ്കിൽ നീ പട്ടിണി കിടന്ന് ചത്തുപോകും. പിന്നെ ഞാൻ കഴിച്ചിട്ട് പോയ ഭക്ഷണത്തിൻ്റെ ബാക്കി ഭാര്യയ്ക്ക് അവകാശപ്പെട്ടതാണെന്ന് പറഞ്ഞ് കഴിക്കാനിരിക്കരുത്. കാരണം ഞാൻ ആ പാത്രത്തിൽ എനിക്ക് വിശപ്പില്ലെങ്കിലും രുചിയില്ലെങ്കിൽ പോലും നക്കി തുടച്ച് വെച്ചിട്ടേ ഞാൻ പോകാറുള്ളൂ. അപ്പോൾ ഞാൻ ഇങ്ങനെ കുറേ കാര്യങ്ങൾ അവളോട് പറഞ്ഞു. ഇന്ന് വരെ ജീവിതത്തിൽ ഞങ്ങൾ എന്താ പറയുക 10-35 വർഷമായിട്ട് പോലും ഇന്ന് വരെ സിന്ധു കല്യാണം കഴിഞ്ഞു എന്നുള്ള സീമന്തരേഖ ഇട്ടിട്ടില്ല. അതുപോലെ തന്നെ ഞാൻ കഴിച്ച ആഹാരത്തിൻ്റെ മിച്ചം കഴിക്കേണ്ടി വന്നിട്ടേ ഇല്ല. ആകെ ഉള്ളൊരു കുഴപ്പമെന്ന് പറഞ്ഞാൽ ഞാൻ എത്ര വൈകിയാലും ഞാൻ പറഞ്ഞത് ഒരു ആഹാരം കഴിക്കാതെ വലിച്ചിരുന്നുള്ളൂ. ഞാനാണെങ്കിൽ സിറ്റിയിലല്ലേ, എവിടെ കാണുന്ന കടയിൽ കയറി ജ്യൂസ് കുടിക്കും, ഉള്ളിവടയും ചായയും കുടിക്കും. ഞാൻ വിശന്നിരിക്കില്ല. കാരണം ഒരുപാട് വിശപ്പറിഞ്ഞ ഒരാളായതുകൊണ്ട് ഞാൻ വിശന്നിരിക്കില്ല. അപ്പോൾ സിന്ധുവിൻ്റെ ഞാൻ ഇപ്പോഴും പറയാറുണ്ട്, സിന്ധു എന്നെ കാത്തിരിക്കരുത്, എനിക്ക് പരാതിയില്ലല്ലോ നീ കഴിച്ചാൽ. നീ കഴിക്കാതിരിക്കുന്നതാണ് എൻ്റെ ടെൻഷൻ. അപ്പോൾ അവൾ വിചാരിക്കുന്നത് അറിയോ, കഴിക്കാതെ ഞാനിരിക്കുമ്പോൾ അണ്ണൻ ഓടിയെത്തും എന്നാണ് അവൾ വിചാരിക്കുന്നത്. അതൊക്കെ ഓരോരുത്തരുടെയും എന്താ പറയുക, അവരുടെ സ്വഭാവമാണെന്ന് പറയാം. ഞാൻ ചോദിക്കുന്നത്, ഇവിടെ ബന്ധം പടർത്തിയ സിനിമാക്കാരിൽ ഞാൻ ഏറ്റവും കൂടുതൽ സന്തോഷത്തോടെ കാണുന്ന ഒരു കുടുംബം ഏതാണെന്ന് ചോദിച്ചാൽ മല്ലിക ചേച്ചി, ജഗദീഷ് ശിവകുമാർ, സുകുമാരൻ. മല്ലിക ചേച്ചി കോളേജിൽ പഠിക്കുന്ന കാലത്ത് ഒരു ചാബല്യത്തിൽ ജഗദീഷ് ശിവകുമാറുമായിട്ട് പ്രേമമായി. രണ്ടുപേരും കൂടെ കോഴിക്കോട്ട് ചെന്ന് അച്ഛനെ കണ്ടു, ജഗതി എൻകാചാരിയെ കണ്ടു. അദ്ദേഹം പിന്തുണ കൊടുത്തതെന്ന് എനിക്കറിയില്ല. അമ്പിളിച്ചേട്ടൻ ഇപ്പം നല്ല ഇതായിരുന്നെങ്കിൽ വർത്തമാനം പറയുന്ന കാലമാണ് ഞാൻ നേരിട്ട് ചോദിച്ചാൽ അത്രയും സ്വാതന്ത്ര്യം എനിക്കുണ്ട്. അവർ മുങ്ങി മദ്രാസിൽ ചെല്ലുന്നു, തെക്കൃഷി മാമനോട് സഹായം ചോദിക്കുന്നു, അദ്ദേഹത്തിൻ്റെ വീട്ടിൽ താമസിക്കാൻ അവസരം കൊടുക്കുന്നു, അവിടുന്ന് അവസരങ്ങൾ ചോദിച്ച് അഭിനയിക്കാൻ പോകുന്നു. ജഗദീഷ് ശിവകുമാറിന് വിചാരിച്ച പോലെ അവസരങ്ങൾ കിട്ടുന്നില്ല, മല്ലികയ്ക്ക് അവസരങ്ങൾ കിട്ടുന്നു. ജഗദീഷ് ശിവകുമാർ ഒരു ആയുർവേദ കമ്പനിയുടെ റെപ്രസെൻറ്റേറ്റീവ് ആവുന്നു. അതുകൊണ്ടൊന്നും ജീവിതം കൂട്ടിമുട്ടിക്കാനാവുന്നില്ല. വച്ചടി വെച്ച് മല്ലിക സ്വന്തം വരുമാനത്തിലൂടെ വളരാൻ തുടങ്ങുന്നിടത്തുനിന്ന് അസ്വാരസ്യങ്ങൾ തുടങ്ങുന്നു. ജഗദീഷ് ശിവകുമാറിനും സ്വാഭാവികമായിട്ടും അതിൻ്റെ കോംപ്ലക്സ് ഉണ്ടാവാമല്ലോ. അപ്പോൾ അത് ഒരുപാട് പ്രശ്നങ്ങളിലേക്ക് പോവുകയും അത് കണ്ണീരിൻ്റെയും ദുഃഖത്തിൻ്റെയും അവസ്ഥയിലെത്തുമ്പോൾ എവിടെയോ വെച്ച് ബുദ്ധിമാനായ ഈ സംഗീത പറയുന്നത് പോലെ മണ്ടനല്ല സുകുമാരൻ. അദ്ദേഹം കാറൽ മാർക്സിൻ്റെ ഡാസ് ക്യാപിറ്റൽ വായിച്ചിട്ടുള്ള എത്ര സിനിമാക്കാരുണ്ടെന്ന് സൂപ്പർ താരമായിരിക്കുമ്പോൾ പരസ്യമായി ചോദിച്ച ആളാണ് സുകുമാരൻ. അദ്ദേഹം എന്താ പറയുക, വൈകുന്നേരം ക്ലാസ്സിന് പോയി LLB എടുത്ത വക്കീലാണ്, പിന്നെ MA കാരനുമാണെന്നാണ് എൻ്റെ വിശ്വാസം. ഒരു കോളേജ് അധ്യാപകനൊക്കെ ആയിരുന്നല്ലോ. അതുകൊണ്ട് അദ്ദേഹത്തെ നിങ്ങൾ മണ്ടൻ എന്ന് പറഞ്ഞിട്ടൊന്നും കാര്യമില്ല, പൊട്ടൻ എന്ന് പറഞ്ഞിട്ടും കാര്യമില്ല. അദ്ദേഹം വളരെ ബ്രില്യൻ്റായ മനുഷ്യനായിരുന്നു. അപ്പോൾ എവിടെയോ വെച്ച് സ്വകാര്യമായി ഒരുപാട് ദുഃഖത്തിലാണ് മല്ലിക എന്ന് തോന്നിയപ്പോൾ അദ്ദേഹമാണ് ചോദിച്ചത്, നിങ്ങൾക്ക് ഞാനൊരു ജീവിതം തരട്ടെ എന്ന്. അപ്പോൾ അവരൊരു ആളിനെ കല്യാണം കഴിച്ച ആളാണ്, എന്നിട്ട് പോലും എനിക്കൊരു ജീവിതം തരട്ടെ എന്ന് ഇടപ്പാളുകാരനായ സുകുമാരനെ പോലെ വിദ്യാസമ്പന്നനായ ഒരു കോളേജ് അധ്യാപകൻ ചോദിച്ചപ്പോൾ അവരതിന് കൈകൊടുത്തു. അവർ അദ്ദേഹത്തെയും വിളിച്ച് വീട്ടിൽ വന്ന് വീട്ടുകാരുമായിട്ട് സംസാരിച്ചു. അല്ലാതെ വഴിയെ പോണവന്മാരെയും വിളിച്ചുകൊണ്ട് രേഷ്മരെ അല്ല ചെയ്തത്. അവർ വീട്ടിൽ വന്ന് വീട്ടുകാരുമായിട്ട് സുകുമാരൻ സംസാരിച്ച് പൂർണ്ണമായ സംഭവത്തോടെ. നിങ്ങൾ സംഗീതം മനസ്സിലാക്കേണ്ടതേ, മല്ലിക ഒരു തല്ലിപ്പൊളി കുടുംബത്തിൽപ്പെട്ട ഒരാളല്ല, കൈനഗിരിയുടെ കുടുംബത്തിൽപ്പെട്ട ഒരാളാണ്. അവരുടെ ജ്യേഷ്ഠൻ എന്ന് പറയുന്നത് അമേരിക്കയിലെ പ്രശസ്തനായ ഡോക്ടറാണ്. ക്യാൻസർ രോഗികളെ പരിശോധിക്കുന്ന നമ്മളെ കേരളത്തിൽ നിന്ന് പോയ കരുണാകരനടക്കം, നയനാരടക്കം, അല്ലെങ്കിൽ പിണറായി വിജയനടക്കം ഒരുപാട് പേരെ ചികിത്സിക്കുന്ന ഡോക്ടറാണ്. അവർ ആപ്പോ വർത്തമാനം പറയരുത് സംഗീത. അങ്ങനെ ഒരു സിനിമാ നടി ആയിപ്പോയി എന്ന് വിചാരിച്ചിട്ട് മല്ലിക ഒരു നിലവാരമില്ലാത്ത ഒരുത്തിയാണ് എന്നുള്ള വർത്തമാനം ഇനിയെങ്കിലും സംഗീത പറയരുതെന്ന് ഞാൻ പറയും. അവർ പറയുകയാണ്, സംഗീത പറയുകയാണ്, ഞാൻ അവരെ മല്ലിക, ജഗദീഷ് ശിവകുമാർ, സുകുമാരൻ എന്നേ വിളിക്കൂ. ബന്ധം പടർത്തിപ്പോയ ഒരാളുടെ പേരിൻ്റെ കൂടെ ചേർക്കണമെന്ന് എവിടെ നിയമമുള്ളത്? നിങ്ങളൊരു വക്കീലല്ലേ, പറഞ്ഞാൽ എവിടെയെങ്കിലും അങ്ങനെ ഒരു നിയമമുണ്ടോ? എവിടെയെങ്കിലും അങ്ങനെ ഒരു ശീലമുണ്ടോ? അതെന്ത് വർത്താനം നിങ്ങൾ പറയണേ? ഇപ്പോൾ നിങ്ങൾ ഇനിയൊരു കല്യാണം കഴിച്ചാൽ നിങ്ങൾ എഴുതുമോ സംഗീത ലക്ഷ്മണൻ, സുരേഷ് കുമാർ, കോതണ്ടൻ എന്ന് എഴുതുമോ? എന്താണ് നിങ്ങൾക്ക് ഇങ്ങനെ തോന്നുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. സംഗീത ലക്ഷ്മൺ കുഞ്ഞുനാളിൽ തിരുവനന്തപുരത്ത് ജീവിച്ചിരുന്ന കാലത്ത് മല്ലികയെപ്പറ്റി പലതും കേട്ടു. ഈ കൊച്ചായിരിക്കുമ്പോഴേ ഈ മറ്റതൊക്കെ കേൾക്കുകയാണോ സ്വഭാവം? ഒരു കേൾക്കാൻ പാടില്ലാത്ത കൊച്ചുകുട്ടിയായിരിക്കുമ്പോൾ നിങ്ങൾ എങ്ങനെ കേൾക്കണേ? എനിക്ക് മനസ്സിലാവാത്തോണ്ട് ചോദിക്കണം. മല്ലികയുടെ എന്തൊക്കെയോ മോശം കാര്യങ്ങൾ പലതും കുട്ടിയായിരുന്നപ്പോൾ കേട്ടു എന്ന് തിരുവനന്തപുരത്ത് കുഞ്ഞുനാളിൽ. അപ്പോൾ കുഞ്ഞുനാളിൽ നിങ്ങളിങ്ങനെ ഒരു റബലാണോ? നിങ്ങൾ ആലോചിച്ച് നോക്കി, അങ്ങനെ പറയാമോ നിങ്ങൾക്ക്? അല്ലെങ്കിൽ നിങ്ങൾ എന്താ കേട്ടത്? സംഗീത ലക്ഷ്മൺ വലുതായപ്പോൾ 30 സെക്കൻഡിൽ കൂടുതൽ ഞാൻ ഇവരുടെ വർത്തമാനം കേൾക്കില്ല. നിങ്ങളുടെ ആരെങ്കിലും നേർച്ചയുണ്ടോ? മല്ലിക സംസാരിക്കുന്ന മുഴുവൻ നിങ്ങൾ കേട്ടിരിക്കണമെന്ന് നിങ്ങളുടെ വാശി പിടിക്കാൻ ആരെങ്കിലും നിങ്ങളുടെ പറഞ്ഞോ? അങ്ങനെ മല്ലിക പറയുന്ന മുഴുവൻ കേട്ടിട്ടേ പോകാവൂ എന്ന് സംഗീതയോട് ആരും പറയില്ലല്ലോ. സംഗീത, നിങ്ങൾ 30 സെക്കൻഡ് വേണ്ടെന്നേ, നിങ്ങൾ അവരെ ഒരു ക്ലിപ്പിങ്സ് കാണണ്ടെന്നേ. ഞാൻ പറയും ഭാഗ്യം ചെയ്ത യുവതിയാണ് മല്ലിക എന്ന് പറയും. കാരണം എന്തറിയോ, ഞാൻ നേരത്തെ പറഞ്ഞ് പൂർത്തീകരിച്ചില്ല. അവർ ജഗദീഷ് കുമാറുമായിട്ടുള്ള ദാമ്പത്യ ജീവിതം അവസാനിപ്പിച്ചു.
സുകുമാരനുമായിട്ട് ദാമ്പത്യ ജീവിതം ആരംഭിച്ചു. മലയാള സിനിമയിൽ ചുരുക്കം പേർക്ക് ഈ ഭാഗ്യം കിട്ടിയിട്ടുള്ളൂ. കാരണം മല്ലികയും രക്ഷപ്പെട്ടു, ജഗദീഷ് ശ്രീകുമാരൻ രക്ഷപ്പെട്ടു, സുകുമാരനും രക്ഷപ്പെട്ടു. 3 പേരും സന്തോഷമായിട്ടല്ലേ ജീവിച്ചത്. ഒരാൾക്ക് ദോഷമായില്ലല്ലോ. ഇപ്പോൾ സുരേഷ് കുമാർ പോയി വേറെ 2 പെണ്ണ് കിട്ടിയെന്ന് പറഞ്ഞാൽ അയാൾ സുഖമായിട്ട് ജീവിക്കുന്നു. പക്ഷേ സംഗീത, നിങ്ങൾ എല്ലാ വേഷഭൂഷാദികളും അഴിച്ചു വെച്ച് രാത്രി ഒരു യഥാർത്ഥ സംഗീത എന്നുള്ളൊരു സാധാ പെണ്ണായി മാറി ഉറങ്ങാൻ കിടക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സമാനത്തോടെ ഉറങ്ങാൻ പറ്റുമോ? നിങ്ങളുടെ മനസ്സിൽ എന്തെല്ലാം അന്തസംഘർഷങ്ങളുണ്ടാവാം. പക്ഷേ മല്ലിക ചേച്ചിക്കോ സുകുമാരനോ ജഗദീഷ് കുമാരനോ അതുണ്ടായില്ല. അവർ അന്തസ്സായിട്ട് 3 പേരും നന്നായിട്ട് ജീവിച്ചു എന്നുള്ളതെങ്കിലും നിങ്ങൾ അംഗീകരിക്കണമായിരുന്നു. ജഗദീഷ് ശ്രീകുമാർ ഒരു സ്ത്രീലമ്പടൻ ആയതുകൊണ്ടും, ജഗദീഷ് കുമാർ ഒരു സ്ത്രീലമ്പടനൊന്നുമല്ല, പരസ്ത്രീ ബന്ധങ്ങളുണ്ടായിരുന്നു. പക്ഷേ അപ്പോഴും ഞാൻ പറയും അയാൾ ആണത്വമുള്ളവനാണെന്ന് ഞാൻ പറയും. കാരണം എൻ്റെ മകൻ ക്രൈസ്തവറിൽ പഠിക്കുമ്പോൾ എൻ്റെ മകൻ്റെ കൂടെയാണ് ജഗദീഷ് ശ്രീകുമാറിൻ്റെ അനൗദ്യോഗികമായ ഭാര്യയുടെ മോള് ശ്രീലക്ഷ്മി പഠിച്ചത്. ഒരു ദിവസം മോൻ എൻ്റെ വന്ന് പറഞ്ഞു, അച്ഛാ ഇന്ന് ജഗതി അങ്കിൾ സ്കൂളിൽ വന്നിരുന്നു. ഞങ്ങളുടെ എന്തിന്? അങ്കിളിൻ്റെ മോൾ അവിടെയാണ് പഠിക്കുന്നത്. ഞാൻ പറഞ്ഞു, അങ്കിളിൻ്റെ മോൾ +2 ഒക്കെ കഴിഞ്ഞു, അവളെ പ്രായമൊക്കെ കഴിഞ്ഞ് കോളേജിലായില്ലേ എന്ന് പറഞ്ഞു. ഇല്ല അച്ഛാ, വന്നു, എൻ്റെ മോളാണെന്ന് പറഞ്ഞു ശ്രീലക്ഷ്മി പരിചയപ്പെടുത്തി. ഞങ്ങളുടെ ഏത് ശ്രീലക്ഷ്മി? അങ്ങനെ ഒരു കുട്ടിയുണ്ട് അച്ഛാ, ജഗതി അങ്കിളിൻ്റെ മോളാണെന്ന് പറഞ്ഞു. പിന്നെ ഞാൻ അന്വേഷിച്ചപ്പോഴാണ് അറിയുന്നത് സിനിമയിൽ ചെറിയ വേഷങ്ങളിലൂടെ കടന്നു വന്ന കല എന്ന് പറഞ്ഞ പേരൂർക്കടക്കാരി രഹസ്യമായി അദ്ദേഹത്തിൻ്റെ ഭാര്യയാവുകയും അതിലൊരു കുട്ടി ഉണ്ടായതാണ് ശ്രീലക്ഷ്മി. പരസ്യമായി എന്താ പറയുക, ക്രൈസ്തവർ കോളേജിലെ തിരുവല്ലത്ത് ക്രൈസ്തവ സ്കൂളിലെ ഓഡിറ്റോറിയത്തിൽ ആയിരക്കണക്കിന് ആളുകളുടെ മുന്നിൽ നിന്നാണ് ജഗദീഷ് കുമാർ പറഞ്ഞത്, ഇതെൻ്റെ മകളാണ് ഈ ശ്രീലക്ഷ്മി. ആ ചങ്കൂറ്റമെങ്കിലും നിങ്ങൾ കാണണ്ടേ സംഗീത ലക്ഷ്മൺ? അയാളൊരു സ്ത്രീ ലംബടനൊന്നുമല്ല. പിന്നെ സ്ത്രീ ലംബടനല്ലാത്ത ഒരു 10 പേരെ പേര് ഒന്ന് നിങ്ങൾ പറയുമോ? നിങ്ങൾ പറയുന്ന ഇതിൽ തന്നെ പറയാം. നിങ്ങൾ പറയുന്ന ഈ കറുത്തവരെ ഭയങ്കരമായിട്ട് പ്രൊമോട്ട് ചെയ്ത് സംസാരിക്കുന്ന ആളാണല്ലോ നിങ്ങൾ. കറുത്തവന്മാരിൽ സ്ത്രീ ലംബടന്മാരാരും ഇല്ലേ മലയാള സിനിമയിൽ? നിങ്ങൾ മഹത്വവത്കരിക്കുന്ന ഓരോരുത്തരെയും നമുക്ക് സ്വകാര്യമായി കാണുമ്പോൾ, ഞാൻ എന്തായാലും എൻ്റെ ഇനി ഹൈക്കോടതിയിൽ വരുന്ന കേസും കൊണ്ട് നിങ്ങളുടെ അടുത്താണല്ലോ വരുന്നത്, ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം കഥകൾ. ഓരോ കറുത്ത വർഗ്ഗക്കാരനെന്ന് നിങ്ങൾ അഭിമാനത്തോടെ പറയുന്ന കറുത്ത നിറമുള്ള തൊലി കറുത്ത ആളുകളുടെ വീരശൂര കഥകൾ ഞാൻ പറഞ്ഞുതരാം സിനിമയിലെ. അത് ഈ വെളുത്തവന്മാർക്ക് മാത്രമല്ല ആ കുഴപ്പമുള്ളതെന്ന് ഞാൻ നിങ്ങൾക്ക് തെളിയിച്ചു തരാം. അപ്പം നിങ്ങൾ പറയുന്നത് ജഗദീഷ് ശ്രീകുമാർ ഒരു സ്ത്രീ ലംബടനും സുകുമാരൻ ഒരു പൊട്ടനായതുകൊണ്ടും കിട്ടിയ സൗഭാഗ്യമാണ് മല്ലികയ്ക്ക് എന്നാണ് പറഞ്ഞത്. 100% തെറ്റി. സുകുമാരൻ നല്ല ആണത്തുള്ളവനായിരുന്നു. മലയാള സിനിമയിൽ 1 രൂപ പോലും ആരും കടം കൊടുക്കാനില്ലാത്ത ഏക നടനാരെന്ന് ചോദിച്ചാൽ ഞാൻ പറയും സുകുമാരനാണ്. പൃഥ്വിരാജിന് പോലും ആ മിടുക്കില്ല എന്ന് ഞാൻ പറയും. സുകുമാരൻ ഒരു പടത്തിൻ്റെ അവസാന റീൽ ഡബ് ചെയ്യണമെങ്കിൽ ആ പറഞ്ഞിരുന്ന പ്രതിഫലം മുഴുവൻ കിട്ടിയാലേ അവസാനത്തെ റീൽ ഡബ് ചെയ്യൂ. അതുകൊണ്ട് എന്ത് പറ്റിയെന്ന് പറഞ്ഞാൽ അകാലത്തിൽ അദ്ദേഹം മരിച്ചിട്ട് പോലും മലയാള സിനിമയിൽ നിന്ന് 1 രൂപ അദ്ദേഹത്തിന് കിട്ടാനില്ല. ആ പൈസ അദ്ദേഹം എന്താ പറയുക, കുരുവി കൂട്ടും പോലെ അയാൾ ആ പൈസ 1 രൂപ കളയാതെ, ആ പൈസ കളയാതെ ഊട്ടിയിലും കൊടൈക്കനാലിലും അടക്കം ഒരുപാട് നിലമേലിൽ കല്യാണ മണ്ഡപം അടക്കം ഒരുപാട് സ്വത്തുക്കൾ ഉണ്ടാക്കി. എന്തിനെന്നറിയോ? എന്നെ വിശ്വസിച്ച് എന്നോടൊപ്പം ഇറങ്ങി വന്ന എൻ്റെ ഭാര്യയായ മല്ലികയും എൻ്റെ 2 ആൺമക്കളും ഞാൻ കടന്നുപോയാൽ തെണ്ടരുത് എന്ന് വിചാരിച്ചിട്ടാണ് അദ്ദേഹം സമ്പാദിച്ച് കൂട്ടിയിട്ട് പോയത്. നിങ്ങൾ പറയുന്നു സുകുമാരനൊരു പൊട്ടനാണെന്ന്. അങ്ങനെയൊന്നും പറയരുതേ. സുകുമാരനൊരു പൊട്ടനൊന്നുമല്ല. നവോത്ഥാന ഫെമിനിസ്റ്റുകൾ, അനുസരണമുള്ള ഭാര്യമാരും പുറമേ ഫ്രീ സെക്സിൻ്റെ വക്താക്കളുമാണ്. അതെന്തിനാണ് ഈ മല്ലിക ചേച്ചിയുടെ കാര്യം പറയുമ്പോൾ അത് ഈ ഫെമിനിസ്റ്റുകളെക്കുറിച്ച് പറയുന്നതെന്ന് എനിക്കറിയില്ല. ജഗതി നിയമപരമായി വിവാഹം കഴിച്ചിരുന്നോ എന്നാണ് ചോദിക്കുന്നത്. പശുവും ചത്ത് മോരിലെ പുളിയും തിന്നിട്ട് പിന്നെ എന്തിനാണ് ചോദിക്കുന്നതെന്ന് ചോദിക്കും പോലെ. ജഗദീഷ് കുമാറും മല്ലികയുമായിട്ടുള്ള വിവാഹബന്ധം ഏർപ്പെടുത്തിയിട്ട് വർഷം എത്രയായി? അവരെ 2ാമത് കല്യാണം കഴിച്ച സുകുമാരേട്ടൻ അല്ലെങ്കിൽ സുകുവേട്ടൻ, അദ്ദേഹം ഈ ലോകം വിട്ടുപോയിട്ട് വർഷം എത്രയായി? അദ്ദേഹത്തിൻ്റെ 2 മക്കൾ മലയാള സിനിമയിലെ തിരക്കുള്ള നായകന്മാരായി നിൽക്കുന്ന ഈ കാലത്ത് എന്തിനാണ് വ്യക്തിപരമായി ഇങ്ങനത്തെ ചോദ്യങ്ങൾ ചോദിച്ച് നിങ്ങൾ അപമാനിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. നിയമപരമായിട്ട് ജഗദീഷ് കുമാർ കല്യാണം കഴിച്ചിട്ട് രജിസ്റ്റർ ചെയ്തിട്ടില്ല എന്ന് വെച്ചോളൂ. ഏതെങ്കിലും ഒരു അമ്പലത്തിൽ ചെന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഹാരം ഇട്ടതാണെന്ന് വെച്ചോളൂ, കല്യാണം കഴിച്ചിട്ടില്ല, നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? അല്ല, രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെന്ന് വെച്ചോളൂ, നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ആ രജിസ്ട്രേഷൻ ക്യാൻസൽ ചെയ്യുന്നതിന് മുമ്പാണ് സുകുമാരൻ മല്ലികയെ കല്യാണം കഴിച്ചതെന്ന് വെച്ചോളൂ, നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും സംഗീത? നിങ്ങൾക്ക് പറയാൻ പറ്റുമോ? അങ്ങനെ അതുകൊണ്ട് ഈ പൃഥ്വിരാജിൻ്റെയോ ഇന്ദ്രജിത്തിൻ്റെയോ അച്ഛനായി ഞാൻ സുകുമാരനെ അംഗീകരിക്കില്ല എന്ന് നിങ്ങൾ പറയുമോ? നിങ്ങൾ പറഞ്ഞാൽ നേരെ തുടക്കത്തിൽ പറഞ്ഞ പോലെ ആ തെറി നിങ്ങളെ തിരിച്ചു പറയും ആളുകൾ, അത്രയേ ഉള്ളൂ. എന്തിനാണ് ഇങ്ങനെയൊക്കെ ചോദിക്കുന്നത്? ഒന്നുമില്ലെങ്കിലും ഈ മല്ലിക ചേച്ചി എന്തൊക്കെ പറഞ്ഞാലും ശരി, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ അവരുടെ 50 വർഷം ആഘോഷിച്ചിടത്തൊന്നും എന്നെ വിളിച്ചില്ലെങ്കിലും എനിക്ക് മല്ലിക ചേച്ചി ഇഷ്ടമാണ്. കാരണം സുകുമാരൻ എന്ന് പറഞ്ഞ നടൻ വാങ്ങിക്കൂട്ടിയ പുസ്തകങ്ങളിലെ മേജർ പുസ്തകങ്ങൾ മുഴുവൻ എനിക്ക് ഫ്രീ ആയിട്ട് തന്ന ആളാണ് മല്ലിക ചേച്ചി. ഞാൻ ആദ്യമായി സംവിധായകനാകുമ്പോൾ ചേച്ചി നിങ്ങളതിൽ നായികയാവണമെന്ന് പറഞ്ഞ് വിളിച്ചുകൊണ്ട് പോകുമ്പോൾ ഒരു വൈമനസ്സും ഇല്ലാതെ വന്ന് 300 എപ്പിസോഡിൽ ഞാൻ ഡയറക്റ്റ് ചെയ്ത 300 എപ്പിസോഡിൽ അഭിനയിച്ച നടിയാണ് മല്ലിക ചേച്ചി.
അവരെക്കുറിച്ച് അവരുടെ ചില ചെയ്തികളെക്കുറിച്ച് വർത്തമാനങ്ങളെക്കുറിച്ച് ഞാൻ ചിലത് പറഞ്ഞതുകൊണ്ടായിരിക്കും അവരെന്നെ ഈ 50 വർഷം ആഘോഷിച്ചപ്പോൾ വിളിക്കാത്തത്. എനിക്കത് പുല്ലേ മാത്രം, വിളിച്ചില്ല എന്നൊന്നും എനിക്കൊരു പ്രശ്നവുമില്ല. പക്ഷേ ഞാൻ പറയുന്നത് അവർ അന്തസ്സായിട്ട് ഈ പ്രായത്തിൽ ജീവിക്കുമ്പോൾ 2 കുട്ടികൾ മലയാള സിനിമയിലെ വലിയ അച്ഛനേക്കാൾ വലിയ താരങ്ങളായി ജീവിക്കുന്നത് കണ്ട് സന്തോഷത്തോടെ കഴിയുമ്പോൾ എന്തിനാണ് കൊതിക്കെറിവ് പറയുന്നത് പോലെ പറയുന്നത് എന്നാണ് എനിക്ക് സംഗീതയോട് ചോദിക്കാനുള്ളത്. വിവാഹ ബന്ധം വേർപെടുത്തിയ ശേഷമാണോ സുകുമാരൻ്റെ കൂടെ ജീവിതം ആരംഭിച്ചത്? ആണെങ്കിൽ അല്ലെങ്കിൽ സംഗീതയ്ക്ക് എന്ത് ചെയ്യാൻ പറ്റും? അതോ കല്യാണ വേഷത്തിൽ ഫോട്ടോ എടുത്ത ശേഷം ഒരുമിച്ച് ലിവിങ് ടുഗദർ തുടങ്ങി മക്കളെ ഉണ്ടാക്കിയതാണോ? ആണെന്ന് വെച്ചോ, കല്യാണം ഫോട്ടോ എടുക്കണ്ട. 2 പ്രായപൂർത്തിയായ 2 പേർ, അന്ന് സുപ്രീം കോടതി വിധിയൊന്നും വന്നിട്ടില്ല എങ്കിൽ പോലും അവർ 2 സിനിമാക്കാർ ഒന്നിച്ച് ജീവിച്ച് 2 കുട്ടികളെ ഉണ്ടാക്കിയെന്ന് വെച്ചുള്ളൂ. അതിന് നിങ്ങൾക്ക് എന്താ നഷ്ടം? നിങ്ങളിപ്പോൾ പറയുന്നത് എന്താ? ഒരു ഭർത്താവ് എന്ന് പറഞ്ഞാൽ എനിക്ക് എൻ്റെ ശരീരത്തിന് ആവശ്യമുള്ള ഒന്നും ചെയ്തു തരാൻ പറ്റാത്ത ഒരു കിഴങ്ങനായതുകൊണ്ട് ഞാൻ അയാളെ കളഞ്ഞു. പകരം എൻ്റെ ശരീരം ആവശ്യപ്പെടുമ്പോൾ എനിക്കിഷ്ടമുള്ള ആളുകളെ വിളിച്ച് ഞാൻ 1-2 ദിവസം അവരുടെ വേഴ്ച നടത്തിയിട്ട് അവരെ പറഞ്ഞു വിടും. അല്ല, ഞാൻ അവരുടെ സൗഹൃദം സ്ഥാപിക്കാറില്ല എന്ന് പറയുന്ന സംഗീതയ്ക്ക് എങ്ങനെയാണ് സംഗീത ഈ മല്ലിക ചേച്ചിയെ ഇങ്ങനെ പറയാൻ തോന്നുന്നത്? അവർ ഫോട്ടോയും എടുത്തിട്ടില്ല എന്ന് വെച്ചോ, നമുക്ക് 2 പേരുടെ ജീവിക്കാം. പരസ്പര വിശ്വാസം മാത്രം മതി. രജിസ്ട്രേഷൻ ഒന്നും വേണ്ട. രജിസ്റ്റർ ചെയ്തത് ജഗതിയുടെ പേരിൽ തന്നെ ഇരുന്നോട്ടെ, നമുക്ക് ജീവിക്കാമെന്ന് പറഞ്ഞ് സുകുമാരൻ പറ്റിക്കില്ല എന്ന് ഉറപ്പുള്ളതുകൊണ്ടായിരിക്കും ചിലപ്പോൾ മല്ലിക പോയത്. അഥവാ രജിസ്റ്റർ ചെയ്തിട്ടില്ല എന്ന് നിങ്ങൾ പറയുന്നത് ഞാൻ അംഗീകരിക്കുന്നു വെച്ചോ. എന്നെ സുഖുവേട്ടൻ വലിപ്പിക്കില്ല എന്ന് തോന്നിയതുകൊണ്ടാണ് അവർ പോയെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാനുണ്ട്? ഒന്നും ചെയ്യാൻ പറ്റില്ല എൻ്റെ പൊന്ന് സംഗീത, അങ്ങനെയൊന്നും പറയരുത്. പിന്നെ അദ്ദേഹം നല്ല മൂളയുള്ള ആളാണ്, LLB കാരനാണ്, ബുദ്ധിയുള്ളവനാണ് അദ്ദേഹം. ഞാൻ വാരിക്കൂട്ടിയ ലക്ഷങ്ങളുടെ വസ്തുവകകൾ ഞാൻ മല്ലികയെ രജിസ്റ്റർ ചെയ്യാതെ പോയാൽ അത് അവർക്ക് കിട്ടാതെ പോകുമെന്നുള്ള ഒക്കെ ചിന്തിക്കാനുള്ള കോമൺ സെൻസുള്ള ആൾ തന്നെയാണ് സുകുമാരൻ. അത് നിങ്ങൾക്ക് സുകുമാരനെക്കുറിച്ച് സുഖേട്ടനെക്കുറിച്ച് അറിഞ്ഞൂടാത്തതാണ് ഇങ്ങനെ പറയുന്നത്. ചെറുപ്രായത്തിൽ സിനിമയിലും അല്ലാതെയും അടിക്കടി ക്യാബറ നൃത്തത്തേക്കാൾ അഴകൊണ്ട് മല്ലിക ചെയ്തിരുന്ന ക്യാബറ നൃത്തങ്ങളെന്നാണ് അവർ പറയുന്നത്. ഏത് പടത്തിലാണ് മല്ലിക ഫ്രീ സെക്സ് ആയിട്ടുള്ള വേഷങ്ങൾ ചെയ്തതെന്ന് നിങ്ങൾ പറയൂ. അവർ നല്ല ഹ്യൂമറായ വേഷങ്ങൾ ചെയ്യും. ഇപ്പോൾ അവളുടെ രവുകൾ എന്ന് പറഞ്ഞ പടത്തിൽ സീമയുടെ അമ്മയുടെ വേഷം ചെയ്തത്, ശാന്തിയുടെ അമ്മയുടെ വേഷം ചെയ്തത് മല്ലികയായിരുന്നു. പക്ഷെ അവരുടെ അതിൽ കിടപ്പറ രംഗങ്ങളോ ഒന്നുമില്ല. അല്ലെങ്കിൽ അവർ മലയാള സിനിമയിൽ ഏത് കിടപ്പറ സീനുകളിൽ അഭിനയിച്ചു? കിടപ്പറ സീനിൽ അഭിനയിച്ചാൽ അല്ലെങ്കിൽ മോശമാകുമോ? അങ്ങനെയാണെങ്കിൽ നിങ്ങൾ മലയാള സിനിമയിലെ എത്രയോ പേരെ നിങ്ങൾ മോശമെന്ന് പറയേണ്ടി വരും. എത്രയോ പേരെ കിടപ്പറ സീനുകളിൽ. ഇപ്പം ഈറ്റ എന്ന് പറഞ്ഞ പടത്തിൽ കമൽഹാസനും ഷീലയുമായിട്ട്, സീമയും കമൽഹാസനുമായിട്ടൊക്കെ ഉള്ള സീനില്ലേ, നിങ്ങളെവരെയൊക്കെ മോശമെന്ന് പറയൂ? അതൊക്കെ അഭിനയമല്ലേ എൻ്റെ പൊന്ന് സംഗീത ലക്ഷ്മൺ എന്നാണ് എനിക്ക് പറയാനുള്ളത്. ക്യാബറ നൃത്തത്തെക്കാൾ അഴകൊണ്ടെന്ന് സത്യഭാമ ടീച്ചറുടെ നൃത്തശൈലിക്ക് നിങ്ങൾ എവിടെ കണ്ടേ സത്യഭാമ ഡാൻസ് ചെയ്യുന്നത്? യഥാർത്ഥ സത്യഭാമയെക്കുറിച്ചല്ല ഞാൻ സംസാരിക്കുന്നത്. ഈ ഡ്യൂപ്ലിക്കേറ്റ് ഡമ്മി സത്യഭാമ മോഹിനിയാട്ടം നടത്തുന്നത് നിങ്ങൾ എവിടെ കണ്ടേ? മല്ലിക അഭിനയിച്ച ക്യാബറ ഡാൻസിനേക്കാൾ മനോഹരമായിട്ടുള്ളത്. ഇങ്ങനെയുള്ള എന്തെങ്കിലും പറഞ്ഞ് വാക്കുകൾ അടയ്ക്കാൻ നോക്കരുത്. നിനക്ക് അടൻസൊള്ളി സിനിമകളിലെ സ്ത്രീകളുടെ ശരീരഭാഷയും മുഖഭാവങ്ങളുമായിരുന്നു. മല്ലികയ്ക്ക് അടൻസൊള്ളി സിനിമകളിലെ സ്ത്രീകളുടെ ശരീരഭാവവും മുഖഭാവങ്ങളുമായിരുന്നു എന്നാണ് സംഗീത ലക്ഷ്മൺ പറയുന്നത്. അപ്പോൾ സംഗീതയുടെ മുഖത്തോ? സംഗീതയുടെ മുഖത്ത് അടൻസൊള്ളി ഭാവങ്ങളൊന്നും ഇല്ലേ? നിങ്ങളുടെ സ്റ്റില്ലുകൾ ഞാൻ ഇപ്പോൾ ഇതിൽ ഇടുന്നുണ്ടല്ലോ, നിങ്ങളെ പെർമിഷൻ വാങ്ങിക്കാതെ, അതിൽ ഈ അടൻസൊള്ളി ഇല്ലേ? അങ്ങനെ പറയരുത് എന്നാണ് എനിക്ക് നിങ്ങളെ പറയാനുള്ളത്. ബിലോ ആവറേജ് നടിയാണ്. എല്ലാവരെയും കൃത്യമായി അളക്കാൻ അറിയാം കേട്ടോ സംഗീതയ്ക്ക്. ബിലോ ആവറേജ് നടൻ പൃഥ്വിരാജ്, ബിലോ ആവറേജ് നടി മല്ലിക എന്നൊക്കെ നിങ്ങൾക്ക് പറയാനറിയാം. നിങ്ങളെ അവർ പറയുന്നത് ബിലോ ആവറേജ് നടി സിനിമയിൽ നിന്നും ഉണ്ടാക്കിയത് ഈശ്വരനൊന്ന് നെഗ്ലിജൻറ്റ് ചെയ്താൽ നഷ്ടപ്പെടാവുന്ന സൗഭാഗ്യങ്ങൾ മാത്രമാണ് നിൻ്റെ കൈവശം ഉള്ളത് എല്ലാ കാലത്തും എന്നാണ് അവർ പറഞ്ഞത്. വെരി സോറി. മല്ലികയ്ക്ക് ഇന്ന് ജീവിക്കാൻ പൃഥ്വിരാജും ഇന്ദ്രജിത്തും എന്ന് പറഞ്ഞാൽ അതും വേണ്ട. പൃഥ്വിരാജ് എന്ന് പറഞ്ഞൊരു മകനുണ്ടെങ്കിൽ അന്തസ്സായിട്ട് അവർക്ക് ജീവിക്കാൻ പറ്റും. അതിനുള്ള കോടിക്കണക്കിന് രൂപ പൃഥ്വിരാജ് ഉണ്ടാക്കിയിട്ടിട്ടുണ്ട്. അമ്മയാണെങ്കിൽ അയാൾക്ക് ജീവനുമാണ്. അതുകൊണ്ട് നഷ്ടപ്പെടാനൊന്നുമില്ല. മല്ലികയ്ക്ക് പഴയ പണിക്കൊന്നും പോവേണ്ടി വരില്ല എൻ്റെ പൊന്ന് സംഗീത ലക്ഷ്മൺ. വന്ന വഴി മറന്നുപോയാൽ നീ ഇനിയും തിരികെ പോകേണ്ടി വന്നാൽ അതിനാവതില്ലാതെ വരില്ലേ മുൻകാല ക്യാബറ നർത്തകി എന്നാണ് അവർ ചോദിക്കുന്നത്. ക്യാബറ ചെയ്യുന്നവരെല്ലാം വയറ്റിപ്പഴപ്പിന് വേണ്ടി ഹോട്ടലുകളിൽ ക്യാബറ ചെയ്യുന്ന തിരുവനന്തപുരത്തൊരു ഹോട്ടലുണ്ടായിരുന്നു. ഞാൻ കേൾക്കുന്ന ക്യാബറ നർത്തകളെ ഇങ്ങനെ അടച്ചാക്ഷേപിക്കാമോ സംഗീത ലക്ഷ്മൺ എന്നാണ് ചോദിക്കേണ്ടത്. നിങ്ങളുടെ വക്കീൽ കുപ്പായം പോലെ തന്നെ ക്യാബറ ചെയ്യുന്ന നടിക്കും അവളുടേതായ ജോലിക്കും മാന്യതയുണ്ടെന്നേ. ക്യാബറ കഴിഞ്ഞ് അവൾ കൂടെ വല്ലവൻ്റെയും കിടക്കാൻ പോകുമെന്നുള്ളത് അത് അവളുടെ പ്രൈവസിയാണ്. പക്ഷേ ക്യാബറ നർത്തകയായാൽ നിങ്ങൾ സിൽക്ക് സ്മിത അടക്കം, ഹെലൻ അടക്കം, അനുരാധ അടക്കം, ഡിസ്കോ ശാന്തി അടക്കം മലയാളത്തിൽ എത്രയോ പേര് ക്യാമറയുടെ മുന്നിൽ ക്യാബറ നൃത്തം ചെയ്തു.
നിങ്ങൾ അവരെയൊക്കെ നാലാംകിടക്കരിയായിട്ടാണോ കാണുന്നത്? നിങ്ങൾ പറയുകയാണ് വന്ന വഴി മറന്നുപോയാൽ നീ ഇനിയും തിരികെ പോകേണ്ടി വന്നാൽ അതിനാവതില്ലാതെ വരില്ലേ മുൻകാല ക്യാബറേ നർത്തകി നിനക്ക് എന്നാണ് ചോദിക്കുന്നത്. കലാമണ്ഡലം സത്യഭാമ ടീച്ചറെക്കുറിച്ച് പുച്ഛിച്ചും പരിഹസിച്ചും സംസാരിക്കുന്നതിലൂടെ മല്ലിക, ജഗദീഷ്, ശ്രീകുമാർ, സുകുമാരൻ എന്ന നാലാംകിട നടി നാടോടുമ്പോൾ നടുവേ ഓടാൻ ശ്രമിക്കുകയാണ്. നല്ല പിള്ള ചമയാൻ കുലസ്ത്രീയുടെ ജന്മം ഇനിയും ബാക്കി എന്നാണ് സംഗീത പറയുന്നത്. പറയരുത് സംഗീത. നിങ്ങൾക്ക് ഞാൻ തുടക്കത്തിൽ പറഞ്ഞ പോലെ നിങ്ങളെ എനിക്ക് ഒരുപാട് ഇഷ്ടമാണ്. പക്ഷേ ഇതുപോലുള്ള നിലവാരമില്ലാത്ത വർത്തമാനങ്ങൾ പറയരുത്. അവരൊരു ക്യാബറേ നർത്തകിയൊന്നുമല്ല. അവർ നല്ല പ്രായത്തിൽ സിനിമാ നടിയായിരുന്ന കാലത്ത് അവരുടെ ഒരു ക്യാബറേ നായികയുടെ ഒരു വേഷം ചെയ്യാമെന്ന് ചോദിച്ചാൽ 100% അവർ ചെയ്യുമെന്നാണ് എൻ്റെ വിശ്വാസം. അത്രയും ആത്മവിശ്വാസമുള്ള നടിയാണ് അവർ. ആത്മവിശ്വാസമുള്ള നല്ല കോൺഫിഡൻസ് ഉള്ള നടിയാണ്. ഇപ്പം ഞാൻ പറയാം, ആമ്പൽപ്പൂവ് എന്ന് പറഞ്ഞ് എൻ്റെ ഗുരുനാഥനായ ഹരികുമാർ സംവിധാനം ചെയ്ത ആമ്പൽപ്പൂവിൽ തമിഴ്നാട്ടിൽ അക്കാലത്ത് ഹിറ്റായ ഒരു സൂപ്പർ ഹിറ്റ് സിനിമയിലെ നായികയായിരുന്ന രൂപ എന്നാണ്. ഒരു തലി രാഗം എന്ന് പറഞ്ഞ സിനിമയിലെ നായികയായിരുന്ന രൂപയാണ് ക്യാബറേ നർത്തകി. ജീവിത സാഹചര്യങ്ങളുണ്ട് ക്യാബറേ നർത്തകി ആകേണ്ടി ഒന്ന് വേഷം ചെയ്തത്. നിങ്ങൾ രൂപയെ കാണുമ്പോഴും ഇങ്ങനെ പറയുമോ? നിങ്ങൾ ആ ആമ്പൽപ്പൂവിൽ ക്യാബറേ നർത്തകിയായിട്ട് അഭിനയിച്ച നിലവാരമില്ലാത്ത നടിയല്ലേ ഹേ എന്ന് നിങ്ങൾ ചോദിക്കുമോ? എൻ്റെ പൊന്നു സംഗീത, നിങ്ങളെ ഇഷ്ടം കൊണ്ട് ഞാൻ പറയുകയാണ്. നിങ്ങളെ പരിചയമില്ലെങ്കിലും എനിക്ക് നിങ്ങളെ ഒരുപാട് ഇഷ്ടമാണ്. അതുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയുന്നു, അങ്ങനെയൊന്നും ഒരാളെയും വ്യക്തിഹത്യ നടത്തരുത്. നിങ്ങൾ വിചാരിക്കുന്ന അതിനകത്ത് വീഴുന്ന ഒരാളല്ല മല്ലിക സുകുമാരൻ. നല്ല പഠിപ്പുള്ള, നല്ല കുടുംബ മഹിമയുള്ള, അവർക്കാകെ ജീവിതത്തിൽ ഒരു തെറ്റേ പറ്റുള്ളൂ. അതും ഞാൻ തെറ്റെന്ന് പറയില്ല. കൂടെ പഠിച്ചിരുന്ന ചെറുപ്പക്കാരനുമായി പ്രേമമായി കല്യാണം കഴിച്ചു. കല്യാണം കഴിച്ചപ്പോഴാണ് മനസ്സിലാവുന്നത് പ്രേമവും ജീവിതവും രണ്ടാണെന്ന്. അതുകൊണ്ട് അവരതിൽ നിന്ന് വേർപിരിയുന്നതിന് മുമ്പ് അവരുടെ വേദന മനസ്സിലാക്കിയ വലിയ വിശാല ഹൃദയനായ ഒരു മനുഷ്യൻ നിനക്ക് ഞാൻ ജീവിതം തരാമെന്ന് പറഞ്ഞ് കൈ കൊടുക്കും. അവർ അന്തസ്സായിട്ട് ജീവിക്കുന്നു. മറുവശത്ത് ജഗദീഷ് ശ്രീകുമാർ വീണ്ടും കല്യാണം കഴിക്കുന്നു. അദ്ദേഹത്തിന് 2 കുട്ടികളായി അന്തസ്സായിട്ട് ജീവിക്കുന്നു. എന്തിനാണ് അതൊക്കെ എടുത്തിട്ട് ഈ സമയത്ത്, അതും ജഗതി ഇത്രയും അനാരോഗ്യവാനായിരിക്കുമ്പോൾ അയാൾ ഒരു സ്ത്രീ ലംബടനാണെന്നൊക്കെ പറഞ്ഞിട്ട് എന്തിനാണ് ഇങ്ങനെ വ്യക്തിഹത്യ നടത്തുന്നത്? ഇനിയെങ്കിലും സംഗീത അത്തരം വ്യക്തിഹത്യകൾ നടത്തരുത്. അതുപോലെ തന്നെ കേരളത്തിലെ പൊതുസമൂഹം മുഴുവൻ തള്ളക്കി വിളിക്കുന്ന ഒരു സ്ത്രീയോടൊപ്പം പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് നടന്നാൽ അത് സംഗീതയ്ക്ക് മാത്രമേ മോശമാകൂ എന്ന് പറഞ്ഞുകൊണ്ട് എനിക്ക് സംഗീതയോട് യാതൊരു വിരോധവുമില്ല. നിങ്ങളിനി എന്നെ തെറി പറഞ്ഞുകൊണ്ട് ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്താലും ശരി, ഞാൻ എൻ്റെ കേസുകൾ ഹൈക്കോടതിയിൽ വരേണ്ട കേസുകൾ വരികയാണെങ്കിൽ ഞാൻ നിങ്ങളെ തന്നെ കാണും. എനിക്ക് നിങ്ങളെ ആവശ്യമുണ്ട്. ചില നല്ല മാന്യന്മാരായി നടക്കുന്ന, പകൽ മാന്യന്മാരായി നടക്കുന്ന ദ്രോഹികൾ അല്ലെങ്കിൽ ചതിയന്മാരുടെ മുഖം വലിച്ചു കയറാനായിട്ട്, കോടതിയിലിട്ട് വലിച്ചു കയറാനായിട്ട് നിങ്ങൾക്ക് എൻ്റെ വക്കാലത്ത് തന്ന് എത്ര രൂപ നിങ്ങൾ ചോദിക്കും. എൻ്റെ ഒരുപാട് കോടീശ്വരൻ ലക്ഷപ്രഭുവൊന്നുമല്ല. 16,000 രൂപ വാടക കൊടുക്കാൻ പെടുന്ന പാട് എനിക്ക് അറിയാവൂവെങ്കിൽ പോലും സംഗീത ചോദിക്കുന്ന ന്യായമായ പ്രതിഫലം തന്ന് നിങ്ങളെ ഞാൻ എൻ്റെ വക്കീലാക്കും ഹൈക്കോടതിയിലെ കേസുകൾ വാദിക്കാനെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഇനിയെങ്കിലും RLV രാമകൃഷ്ണനെയും പൃഥ്വിരാജിനെയും മല്ലികയും പോലുള്ളവരെ അവരർഹിക്കാത്ത പദവികൾ പിടിച്ചു കയറ്റി നാറ്റരുത് എന്ന് പറഞ്ഞുകൊണ്ട് ഈ എപ്പിസോഡ് ഇവിടെ അവസാനിപ്പിക്കും മുമ്പ് ഞാൻ ഒരു കാര്യം കൂടെ പറയുന്നു. ഇതിലിപ്പോൾ നരേന്ദ്രമോദിയെക്കുറിച്ച്, VD സതീശനെക്കുറിച്ച്, സുധാകരനെക്കുറിച്ചൊക്കെ സംസാരിച്ചെങ്കിലും, രാഹുൽ മാങ്കൂട്ടത്തെക്കുറിച്ചൊക്കെ സംസാരിച്ചെങ്കിലും അതൊരു കോൺഗ്രസ്സുകാരിയായ നിഷ്പക്ഷമായി സംസാരിക്കുന്നു എന്ന് നമ്മൾ വിശ്വസിക്കുന്ന സംഗീതാ മോഹൻ പറഞ്ഞതാണ് ഞാൻ കോട്ട് ചെയ്തത്. അല്ലാതെ ഈ പ്രോഗ്രാമിൽ രാഷ്ട്രീയം പിടിച്ചു കയറ്റി ഇത് പറഞ്ഞു കളയരുത് എന്ന് നമ്മുടെ പ്രിയപ്പെട്ട 1,81,000 സബ്സ്ക്രൈബേഴ്സിനെ അറിയിച്ചുകൊണ്ട് ഈ എപ്പിസോഡ് ഇവിടെ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം.